ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ DME സ്റ്റാഫ് നഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അനാട്ടമി ക്ലാസ് സീരീസ് ആണ്, നമ്മുടെ ഫ്രീ ക്ലാസ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് പങ്കെടുക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാ ക്ലാസ്സും മുടങ്ങാതെ കാണുകയും അതുപോലെ നോട്ട്സ് കൃത്യമായി എടുക്കുകയും എക്സാമിനേഷൻ എഴുതുകയും ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുന്ന കുറച്ചധികം പേരുണ്ട്. അവരെ ഉറപ്പായിട്ടും നമുക്ക് ഒരു 100 റാങ്കിന് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും അതിനോടൊപ്പം ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാനും പറ്റുമെന്നുള്ള കാര്യത്തിൽ സഹകാരി റേസ് പ്ലസിന് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് PSCയിലുള്ള പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദ്യങ്ങളെ കൂടുതൽ പരിചയപ്പെടുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളിത് പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ഇവിടുന്ന് എങ്ങനെ ചോദിക്കും എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുക. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, പിന്നെ ഓരോ ക്ലാസ്സും കഴിഞ്ഞ് അതുമായി ബന്ധപ്പെടുത്തി 30-40 ചോദ്യങ്ങളാണ് ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന. ഇപ്പോൾ ഉദാഹരണം നമ്മളിന്ന് പഠിക്കുന്നതാണ് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഹാർട്ടിൻ്റെ 4 ചേമ്പറിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ 4 ചേമ്പറിനെ കുറിച്ച് അതൊക്കെ നമുക്ക് അറിയാമല്ലോ സാറേ. അങ്ങനെയല്ല, അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി നമുക്കിപ്പോൾ PSC ചോദിക്കുന്ന നൂതന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവർ കോൺഫിഡൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ താഴോട്ട് കൊണ്ടുപോകും. സോ നെവർ ബി ഓവർ കോൺഫിഡൻറ്റ്. കൃത്യമായിട്ട് അത് വർക്കൗട്ട് ചെയ്യുക, അത് ക്ലാസ് കൃത്യമായിട്ട് കാണുക, എക്സാമിനേഷൻ കൃത്യമായിട്ട് എഴുതുക, നമ്മുടെ സ്വപ്നം കീഴടക്കുക. ഓക്കെ, ബാക്കി സ്റ്റെപ്പുകളെല്ലാം നമുക്ക് സൗജന്യ വെബിനാർ ഡിസ്കസ് ചെയ്യാം. സൗജന്യ വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ DME സ്റ്റാഫ് നഴ്സ് എന്ന കോഡും കൂടെ വാട്സപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് പവർഫുൾ ആയിട്ട് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ നീക്കിവെക്കാൻ ഉണ്ടോ എന്ന് തീരുമാനിക്കുക. ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് DND മോഡ് ഓൺ ആക്കി ഇടുക. ഫോൺ എടുത്തിട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കി ഇടുക. നിങ്ങൾ ആരും ശല്യം ചെയ്യേണ്ട. കാര്യം നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ആ ഒരു ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അവസാനത്തെ ചോദ്യോത്തര വേളയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസറിലേക്ക് എത്താനും പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട്, 4 ചേമ്പർ നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമാണല്ലേ. 2 ഏട്രിയം ഉണ്ട്, 2 വെൻട്രിക്കിൾസ് ഉണ്ട്. ഹാർട്ടിന് ഒരു ലെഫ്റ്റ് സൈഡും ഉണ്ട്, ഒരു റൈറ്റ് സൈഡും ഉണ്ട്. നമുക്കതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ സർക്കുലേഷൻ ഇവിടെ ഒന്ന് പറഞ്ഞു പോകാം. സർക്കുലേഷൻ നിങ്ങൾക്ക് അറിയാം, എന്നാൽ കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്കറിയാം ഹാർട്ടിലെ ബേസിലുള്ള ചേമ്പേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏട്രിയ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് സുപ്പീരിയർ ചേമ്പേഴ്സ് ആണ് ഏട്രിയ എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ എന്താണ് എൻട്രി ഹാൾ എന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ എന്തിനെ വിളിക്കാം, ഏട്രിയെ വിളിക്കാം. എന്തുകൊണ്ടാണ്? ബ്ലഡ് എൻട്രി ചെയ്യുന്ന ഹാളാണ് അല്ലേ. അതായത് നമ്മുടെ ഇൻഫീരിയർ വീന കാവയിൽ നിന്നും സുപ്പീരിയർ വീന കാവയിൽ നിന്നും എന്താണ് ഡീഓക്സിജൻ ബ്ലഡ് എൻട്രി ചെയ്യുന്ന ഹാളാണ് റൈറ്റ് ഏട്രിയ. അതേസമയം 4 പൾമണറി വെയിൻസ് നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് എൻട്രി ചെയ്യുന്ന ഹാൾ ഏതാണ്? ലെഫ്റ്റ് ഏട്രിയ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏട്രിയെ എൻട്രി ഹാൾ ഓഫ് ബ്ലഡ് എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ അല്ലേ. ഇനി എന്താ വെൻട്രിക്കിൾസ്? അത് ഇൻഫീരിയർ ചേമ്പർ ആണ്. ഇൻഫീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹാർട്ടിന്റെ അപ്പെക്സിൽ കാണപ്പെടുന്ന ചേമ്പറുകളാണ് അല്ലേ. അതുപോലെ ലിറ്റിൽ ബെല്ലി, കുഞ്ഞു വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെ പ്രഷർ കൂടിയൊരു മേഖലയാണ് നമ്മുടെ വെൻട്രിക്കിൾസ് അല്ലേ. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രഷറിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന കറക്റ്റ് പമ്പിങ് ആക്ഷൻ നിർവഹിക്കുന്ന ഭാഗമാണ് വെൻട്രിക്കിൾസ്. വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഈ ഹാർട്ടിന്റെ മസ്കുലാർ സ്ട്രക്ചർ എടുക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ തിക്നെസ് മാത്രം നോക്കിയാൽ മതി. അത്രയും പവർഫുൾ ആയിട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് വെൻട്രിക്കിൾസ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സർക്കുലേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്, പിന്നെ പൾമണറി സർക്കുലേഷനും ഉണ്ടല്ലേ. അങ്ങനെ 2 സർക്കുലേഷനാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലേ, എല്ലാ ഭാഗത്തും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ മറ്റ് ന്യൂട്രിയൻസ് എല്ലാ കാര്യങ്ങളും എല്ലാ ശരീരത്തിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവരി സെൽസിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്, നമുക്കറിയാം. അപ്പോൾ പ്രധാനമായിട്ടും ന്യൂട്രിയൻസിന് പുറമെ എന്താണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജന്റെ പ്രസൻസിന്റെ അല്ലെ ആബ്സെൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ 2 സർക്കുലേഷൻ ഇവിടെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കമ്പോണന്റ് ഓക്സിജൻ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ആഹാരം കഴിക്കാതെ കുറേ നാളൊക്കെ നമ്മൾ ജീവിച്ചിരിക്കും, പട്ടിണി കിടന്നാൽ കുഴപ്പമില്ല. വെള്ളം കഴിക്കാതെ നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ച് 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ മൂലം മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ശ്വാസം പിടിക്കാതെ നമുക്ക്
മിനിറ്റുകൾ മാത്രമേ ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അതായത് ഓരോ കോശങ്ങളിലും നമുക്കറിയാം, ഓരോ കോശങ്ങളിലും ATP തന്മാത്രകൾ വിഘടിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ നടക്കണം. അതിന് ഓക്സിജൻ ആവശ്യമാണ്. അത് നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഓക്സിജന്റെ പ്രസൻസിലും ആബ്സെൻസിന്റെ അടിസ്ഥാനം നമുക്ക് ഈ 2 സർക്കുലേഷനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്താണ് സിസ്റ്റമിക് സർക്കുലേഷനും, 2 പൾമണറി സർക്കുലേഷനും. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹേർട്ടിൽ നിന്നും എന്താണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെ. കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടു അല്ലെ. അതിനുശേഷം എന്താണ്, ആദ്യം ഫസ്റ്റ് നമ്മൾ അയോർട്ട വഴി പുറത്തേക്ക് പമ്പ് ചെയ്യുന്നു. അയോർട്ട വഴി പമ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു, ആർട്ടറികൾ വഴി എത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായി, ആർട്ടീരിയോൾസ് ആയിട്ട് അത് മാറുന്നു. അത് കഴിഞ്ഞ് ക്യാപ്പിലറീസ് ആയിട്ട് തിരിച്ച് പിന്നെ അതിനുശേഷം വെന്യൂൾസിലൂടെ വെയിൻസിലേക്ക് എത്തി അവസാനം നേരെ തിരിച്ച് എങ്ങനെ എത്തുന്നു, നമ്മുടെ ഈ പറഞ്ഞ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീന കാവ വഴി തിരിച്ചെത്തുന്നു. ഓക്കെ അല്ലേ. അതായത് ഈ അയോർട്ട വഴി പുറത്തേക്ക് പോകുന്ന ഒരു ബ്ലഡ് വെസൽ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 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 തിരിഞ്ഞ് വേർതിരിഞ്ഞ് ചെറുതായിട്ട് അവിടെ നിന്നും തിരിച്ച് ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീഓക്സിജൻ ബ്ലഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രദാനം ചെയ്യുന്നത് അല്ലേ. അവിടെ നേരെ തിരിച്ച് ഏത് വഴി, സുപ്പീരിയർ വീന കാവ വഴി നമ്മൾ ബ്ലഡ് വരുന്നു. ഓക്കെ. അപ്പോൾ സുപ്പീരിയർ വീന കാവ വഴി വരുന്ന ഈ ബ്ലഡ് എന്താണ് മക്കളെ, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. എന്താണ്, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. നമുക്ക് ഈ ഭാഗം നീലയിൽ തന്നെ വരയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ. നീലയിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എന്തായാലും ഞാൻ നിങ്ങളെ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നീലയിൽ തന്നെ വരയ്ക്കാം കേട്ടോ. എന്താണ്, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതുപോലെ ഇൻഫീരിയർ വീന കാവ വഴി വരുന്ന സാധനവും എന്താണ്, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും എവിടെ, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലാണ് ഇത് വന്ന് ചേരുന്നത് നമുക്കറിയാം. റൈറ്റ് ഏട്രിയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, കിട്ടിയ ഡീഓക്സിജൻ ബ്ലഡ് അല്ലേ. അപ്പോൾ ഈ ഡീഓക്സിജൻ ബ്ലഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ഓക്സിജനേറ്റ് ചെയ്തെടുക്കണ്ടേ മക്കളെ, എടുക്കണം. അപ്പോൾ അത് ആർക്ക് കൊടുക്കണം, ആർക്കാ അതിൻ്റെ ഫംഗ്ഷൻ, ലങ്സിനാണ് അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് അല്ലേ. ലങ്സിലാണ് ആ പരിപാടിയിൽ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ ഏട്രിയത്തിൽ വന്ന ഈ ബ്ലഡ് നേരെ ഈ പറഞ്ഞ ട്രൈകസ്പിഡ് വാൽവ് വഴി നേരെ എങ്ങോട്ട് വരും, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നാൽ സംഭവിക്കും, വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും, ഈ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുകയും നമ്മുടെ ഈ ട്രൈകസ്പിഡ് വാൽവ് അടയുന്നത് മൂലം തിരിച്ചുള്ള ഇങ്ങോട്ടുള്ള ബാക്ക് ഫ്ലോ തടയുകയും അവിടെ ഉണ്ടാകുന്ന പ്രഷറിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ പൾമോണിക് സെമിലൂണർ വാൽവ് അങ്ങോട്ട് തുറക്കുകയും ബ്ലഡ് ഇതുവഴി പമ്പ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്സിലേക്ക് ഇത് തിരിഞ്ഞു പോവുകയും ചെയ്യും അല്ലേ. ഓക്കെ. അപ്പോൾ ഇതെന്താണ്, പൾമോണറി ആർട്ടറി ആണല്ലേ, പൾമോണറി ആർട്ടറി ആണ്. ഇത് രണ്ടും കൂടെ ഇപ്പുറത്ത് ചെന്ന് വെച്ചോ. ഇപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കും, ലങ്സ് ഇവിടെ ഇരിപ്പുണ്ട്, ലങ്സിലേക്ക് കൊടുക്കും. ലങ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, ലങ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഓക്സിജനെ സ്വീകരിക്കും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിട്ടതിന് ശേഷം ഓക്സിജനെ ഈ ബ്ലഡ് സ്വീകരിക്കുകയും ആ ബ്ലഡിന്റെ നിറം നമുക്ക് സിസ്റ്റമാറ്റിക്കൽ എന്തായാലും പോട്ടെ ചുവപ്പാക്കി മാറ്റാം അല്ലേ, ചുവപ്പാക്കി മാറ്റാം. അപ്പോൾ ഓക്സിജനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന രക്തം ഏത് വഴി, നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ കാണപ്പെടുന്ന 4 പൾമോണറി വെയിൻസ് വഴി എങ്ങനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ അല്ലേ. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് 4 പൾമണറി വെയിൻസ് വഴി എൻ്റർ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നേരെ വാക്ക് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ എന്താ അവിടെ ഉള്ളത്, ഇവിടെ മൈട്രൽ വാൽവാ ഉള്ളതല്ലേ, മൈട്രൽ വാൽവ്. നിങ്ങൾക്ക് ട്രൈകസ്പിഡ് വാൽവും മൈട്രൽ വാൽവിടെ കാണുമ്പോഴത്തേക്കും ഇതിനകത്ത് 2 കസ്പ്സ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ അതത്ര അല്ല, അത് 2 കസ്പ് അവിടെ വെച്ചേക്കും. അത് ഏറ്റവും കൂടുതൽ പ്രഷർ താങ്ങുന്ന സ്ഥലമായതാണ് കേട്ടോ. ഒരു 3 കസ്പ് വെച്ചൊക്കെ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തുറന്നു പോയാലോ, അതുകൊണ്ടാണ് 2 കസ്പ് വെച്ച് ഇങ്ങനെ ചേർത്ത് അടച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള മൈട്രൽ വാൽവ് ഇവിടെ ഉണ്ട്. ഈ മൈട്രൽ വാൽവ് ഓപ്പൺ ചെയ്ത് എങ്ങോട്ട്, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ ശുദ്ധരക്തം അല്ലെങ്കിൽ ഓക്സിജൻ ബ്ലഡ് കിടക്കുകയും അപ്പോൾ നേരെ എവിടെ എത്തി, ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തി അല്ലേ നമ്മുടെ ശുദ്ധരക്തം അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമുക്ക് എന്ത് ചെയ്യണം, പമ്പ് ചെയ്ത് അയോർട്ട വഴി എങ്ങോട്ട് വിടണം, വ്യത്യസ്തമായിട്ടുള്ള അല്ലേ ശരീരത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് വിടണം. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും കട്ടി കൂടിയ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വാൾസ് ഉള്ളത് ഏത് ചേംബറിനാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ആർക്കാണ്, ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ്. അതിന്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഡീൽ ചെയ്യുന്ന ആരാണ്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് അല്ലേ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. കാരണം അത് സിസ്റ്റമിക് സർക്കുലേഷനേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്ത് കയറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു സർക്കുലേഷൻ. പിന്നെ ഈ കാര്യം പറഞ്ഞ പോലെ അല്ലേ, നേരെ ഇവിടെ നിന്ന് പോയി നേരെ സിസ്റ്റമിക് സർക്കുലേഷനിൽ കയറി അവിടെ നിന്ന് നേരെ ബ്ലഡ് ഡീഓക്സിനേറ്റ് ചെയ്ത് ഉപയോഗം കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നു. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേടാ. അപ്പോൾ നമുക്ക് എത്ര മൊത്തം 4 അറകളുണ്ട്, 2 ഏട്രിയാസും 2 വെൻട്രിക്കിൾസും. ഓക്കെ. അതുപോലെ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക,
ഹേർട്ടിന്റെ റൈറ്റ് സൈഡ് ആൾവേസ് ഡീൽസ് വിത്ത് എന്താണ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ആൾവേസ് ഡീൽസ് വിത്ത് എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെ. ഇവിടെ എന്താണ് CO2 ആണ് കൂടുതലുള്ളത്, CO2 ഉള്ള ബ്ലഡ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ കൂടുതലുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ഏട്രിയത്തിലേക്ക് കടക്കാം. ഇനി 4 അറകളെ കുറിച്ചും ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻസും കുറേ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റും പ്രസ്താവനകളും അസേഷനും റീസണിങ്ങും ചേരുമ്പടി ചേർക്കാൻ എല്ലാം കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ആരെന്ത് ചോദിച്ചാലും നിങ്ങൾ മണി പോലെ ഉത്തരം പറയുന്ന സാഹചര്യത്തിലേക്ക് വരും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം. റൈറ്റ് ഏട്രിയം ഈസ് ദ റൈറ്റ് അപ്പർ ചേംബർ ഓഫ് ദി ഹാർട്ട് അല്ലേ. നമുക്കറിയാം റൈറ്റ് അപ്പർ ചേംബർ ഓഫ് ദ ഹാർട്ട് ആണ് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം റൈറ്റ് അപ്പർ ചേംബർ ഓഫ് ദ ഹാർട്ട് ആണ് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത്. ഒരു സംശയവും നമുക്കില്ല അല്ലേ, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അപ്പോൾ റൈറ്റ് അപ്പർ ചേംബർ ആണ് അല്ലേ, ഫൈൻ. അതുപോലെ എന്താണ് ആവറേജ് തിക്നെസ് നമുക്ക് നോക്കാം. ഒരു ഹെൽത്തി അഡൽട്ടിൽ റൈറ്റ് ഏട്രിയത്തിന്റെ ആവറേജ് തിക്നെസ് 1 to 3 മില്ലിമീറ്റർ ആണ് കേട്ടോ. 2 to 3 മില്ലിമീറ്റർ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. രണ്ട് പറഞ്ഞാലും ശരി തന്നെയാണ്. എന്തായാലും ആവറേജ് തിക്നെസ് വന്നിട്ട് ഇവിടെ 2 to 3 മില്ലിമീറ്റർ ആണോ 1 to 3 മില്ലിമീറ്റർ ആണോ എന്ന് പറഞ്ഞ് തെറ്റായിട്ട് 2 ഓപ്ഷൻ അവർ കൊടുക്കുകയില്ല. അങ്ങനെ കൊടുത്താൽ ചോദ്യത്തിന്റെ ഉത്തരം ക്യാൻസൽ ആയി പോകും. കാരണം ഹെൽത്തി അഡൽട്സിൽ 1 മില്ലിമീറ്ററും കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു 1 മില്ലിമീറ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ബലൂൺ പോലെ അത്രയും തിന്നായിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലേ. കാരണം എന്താ, അവിടെ ലോ പ്രഷർ ഡീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അവിടെ വലിയ പ്രഷർ ഒന്നും ഇല്ല. അവിടുത്തെ ഉദ്ദേശം എന്താണ്, എൻട്രി ഹാളാണ്. ബ്ലഡിനെ അവിടെ ഇതിനെ കളക്ട് ചെയ്ത് വെക്കുക അല്ലെ. വെൻട്രിക്കുലാർ ഡയസ്റ്റോളിന്റെ സമയത്ത് എന്ത് സംഭവിക്കും, വെൻട്രിക്കിൾസ് ഇങ്ങനെ എന്ത് ചെയ്യും, വികസിക്കും അല്ലെ. ഡയസ്റ്റോൾ സമയത്ത് വികസിക്കും. ആ സമയത്ത് ഇവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ സമയത്ത് ഇവിടെയുള്ള ലോ പ്രഷറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും ബ്ലഡ് താഴേക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അവിടെ ഒരു വലിയ കോൺട്രാക്ഷൻ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വലിയൊരു കോൺട്രാക്ഷൻ ഒന്നും അവിടെ ഇല്ല. പലപ്പോഴും അവിടുത്തെ പ്രഷറിന്റെ ഒരു സിറ്റുവേഷൻ ഏകദേശം 0 മില്ലിമീറ്റർ മെർക്കുറിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആവറേജ് തിക്നെസ് എത്രയാണ്, 1 to 3 മില്ലിമീറ്റർ ആണ് റൈറ്റ് ഏട്രിയത്തിന്റെ. മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഇനി നോക്കാം. റിസീവ്സ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ബോത്ത് വീന കാവ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ. അവിടുന്ന് മാത്രമല്ല കൊറോണറി സൈനസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആര് സ്വീകരിക്കുന്നുണ്ട്, റൈറ്റ് ഏട്രിയം സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? നോക്കാം, ഒന്നുകൂടെ നോക്കാം. എവിടെ നിന്നൊക്കെയാണ് ബ്ലഡ് സ്വീകരിക്കുന്നത്, ഇൻഫീരിയർ വീന കാവയിൽ നിന്നും അതുപോലെ സുപ്പീരിയർ വീന കാവയിൽ നിന്നും അല്ലേ. ഇൻഫീരിയർ വീന കാവയിൽ നിന്നും സുപ്പീരിയർ വീന കാവയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നു, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സ്വീകരിക്കുന്നുണ്ട്. അതിനോടൊപ്പം കൊറോണറി സൈനസ് നിന്നും സ്വീകരിക്കുന്നുണ്ട്. എന്താ കൊറോണറി സൈനസ് എന്ന് പറഞ്ഞാൽ, കൊറോണറി സൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കൊറോണറി സർക്കുലേഷൻ നമുക്ക് വിശദമായിട്ട് പഠിക്കാറുണ്ട് കേട്ടോ. ഹാർട്ട് പഠിക്കുമ്പോഴത്തേക്കും വിശദമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം കൊറോണറി സർക്കുലേഷൻ. അപ്പോൾ കൊറോണറി സർക്കുലേഷൻ എന്താണ് നമുക്കറിയാമല്ലോ. എന്താണ്, ഹാർട്ടിന്റെ മസിൽസിനും പ്രവർത്തിക്കാൻ എന്താവശ്യമാണ്, ബ്ലഡ് ആവശ്യമാണ് അല്ലെ. അവിടെ ഹാർട്ടിന്റെ മസിൽസിൽ ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്തതിനു ശേഷം തിരിച്ച് ഹാർട്ടിന്റെ മസിൽസ് യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ ഡയറക്റ്റ് എങ്ങോട്ട് എൻ്റർ ആവും മക്കളെ, റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ആവും. അത് ഈ പറഞ്ഞ സുപ്പീരിയർ വീന കാവയിലും പോകത്തില്ല, ഇൻഫീരിയർ വീന കാവയിലും പോകത്തില്ല അല്ലേ. ഡയറക്ട്ലി ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ആവും. അങ്ങനെ വരുന്ന ആ ഒരു ഭാഗത്തെയാണ് കൊറോണറി സൈനസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ മൊത്തം 3 സ്ഥലങ്ങൾ വഴി അല്ലേ, 3 എൻട്രി വഴിയാണ് നമുക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ പ്രവേശിക്കുന്നത്. മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഏട്രിയം ഓഫ് ബോത്ത് സൈഡ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ സെപ്റ്റം കാൾഡ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം അല്ലെ. ലെഫ്റ്റും റൈറ്റുമുള്ള ഏട്രിയങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു സെപ്റ്റം ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ സെപ്റ്റത്തിനൊക്കെ വളരെ വലിയ പ്രാധാന്യമുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് ആ സെപ്റ്റം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്റർ ഏട്രിയൽ സെപ്റ്റം നമുക്കറിയാം, ഇന്റർ ഇടയിൽ അല്ലെ, ഏട്രിയത്തിന്റെ ഇടയിലുള്ള സെപ്റ്റം. അത്രയേ ഉള്ളൂ, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഏട്രിയത്തിന്റെ ഒരു ഉൾഭാഗം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോസ ഓവാലിസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കുഴി നമുക്ക് കാണാൻ പറ്റും. ഒരു ഡിപ്രഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആ നോവൽ ഷേപ്പ് ഡിപ്രഷൻ ഇൻ ദ ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഈസ് കാൾഡ് ഫോസ ഓവാലിസ്. അതെന്താണ്, ഫൊറാമൻ ഓവാലെ എന്ന് പറയുന്ന ഒരു സുഷിരത്തിന്റെ ഒരു റെമനന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ എന്താണ് ഫൊറാമൻ ഓവാലെ, നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ് ഫൊറാമൻ ഓവാലയുടെ പ്രാധാന്യം നമുക്കറിയാം. എന്തായാലും അറിഞ്ഞുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടുപോയേക്കുക. ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫീറ്റസിന്റെ ലങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ലങ്സ് വഴി ഇവൻ ഓക്സിജൻ എടുക്കുന്നുണ്ടോ, ഇല്ല അല്ലേ. കാരണം ലങ്സിനകത്ത് നിറച്ച് ഫ്ലൂയിഡ് കെട്ടിയിട്ടുള്ളൊരു സംഭവമായിരിക്കും ഫീറ്റസിന്റെ ലങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ എവിടെ നിന്നാണ് ഇവൻ ഓക്സിജൻ കിട്ടുന്നത്, പ്ലാസന്റെ വഴിയാണ് ഇവൻ ഓക്സിജൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാസന്റെ വഴി ഓക്സിജനേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡിനെ നേരെ ആരാ സ്വീകരിക്കുന്നത്, റൈറ്റ് ഏട്രിയം തന്നെയാണ് സ്വീകരിക്കുന്നത്. അവിടെ എന്താ ഉള്ളത്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല. എന്താണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ റൈറ്റ് ഏട്രിയത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം,
അത് നേരെ പൾമണറി സർക്കുലേഷനിൽ പോകാനാണ് സാധ്യത അല്ലേ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡൽട്ട് ഹേർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് അഡൽട്ട് ഹേർട്ട് അല്ല, അത് കുഞ്ഞിൻ്റെ ഹേർട്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞ സെപ്റ്റത്തിനൊന്ന് ബൈപ്പാസ് ചെയ്ത് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിനെ പുഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫൊറാമൻ ഓവാലെ എന്ന് പറയുന്ന ആ ഒരു എന്തുള്ളത്, ആ ഒരു ചെറിയ സുഷിരമുള്ളത്. ഫൊറാമൻ ഓവാലെ ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് വന്ന ഓക്സിജനൽ ബ്ലഡിന് എന്ത് ചെയ്യണം, നമുക്ക് പൾമോണറി സർക്കുലേഷൻ ബൈപ്പാസ് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി ഫൊറാമൻ ഓവാലെ വഴി എങ്ങോട്ട് കിടക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് കടക്കും അല്ലേ. ലെഫ്റ്റ് സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ സംഭവിക്കും, പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വഴി ഈ പറഞ്ഞ ബ്ലഡ് എങ്ങോട്ട് പോകും, നമ്മുടെ ഈ കുട്ടിയുടെ സിസ്റ്റം സർക്കുലേഷനിലേക്ക് പോകും. ഇതെല്ലാം കൂടെ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം മറിയണം അല്ലേ. ഈ ഫൊറാമൻ ഓവാലെ ക്ലോസ് ആവണം, എന്താണ് നമ്മുടെ പൾമണറി സർക്കുലേഷൻ ആക്ടിവേറ്റ് ആകണം. ഇതെല്ലാം ചെയ്തു വരുന്നൊരു വളരെ മഹത്തായ അത്ഭുതകരമായിട്ടുള്ള സംരംഭമാണ് ഈ ജനനം എന്ന് പറയുമ്പോൾ അല്ലേ. നോക്കാം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഫൊറാമൻ ഓവാലെ സൂൺ ആഫ്റ്റർ ഡെലിവറി അത് ക്ലോസ് ആയിട്ട് മാറും, അതങ്ങ് അടയും അല്ലേ, അതങ്ങ് അടയും. ഓക്കെ, ചിലർ അടയത്തില്ല, അവർ കൺജനറ്റൽ ഹാർട്ട് ഡിസീസിലേക്ക് നയിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിൽ ഒരു ഓവൽ ഷേപ്പിൽ ഡിപ്രഷൻ കാണാറുണ്ട്. അതിന് നമ്മൾ ഫോസ ഓവാലിസ് എന്ന് വിളിക്കും. ഡിപ്രഷൻ എല്ലാം ഫോസ നമുക്ക് പറയാം, ഫോസ. അതേസമയം എന്താണ് ഫൊറാമൻ ആകുമ്പോഴത്തേക്ക് എന്താണ്, ഫൊറാമൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹോളായി ഫൊറാമൻ ഒപ്റ്ററേറ്റർ ഫൊറാമനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അതൊരു ഹോളാണ്. ഫോസ എന്ന് പറയുമ്പോൾ ഒരു ഡിപ്രഷൻ, ഫൊറാമൻ ഹോളാണ്. രണ്ടും ഒരു ഓവൽ ഷേപ്പിലായതുകൊണ്ടാണ് ഓവാലിസ് അല്ലെങ്കിൽ ഓവാലെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോസ ഓവാലിസ് എന്താണ്, ഫൊറാമൻ ഓവാലയുടെ എന്താണ് ഒരു റെമനന്റ് ആണ്. ഫൊറാമൻ ഓവാലെ എന്താണ്, ഡെലിവറി കഴിയുന്ന സമയത്ത് തന്നെ അത് ക്ലോസ് ആയിട്ട് മാറും, അത് അടയും കേട്ടോ. അതൊരു ടെമ്പററി ഓപ്പണിംഗ് ആണ്. എവിടെ കാണപ്പെടുന്ന, ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിൽ കാണപ്പെടുന്ന ഒരു ടെമ്പററി ഓപ്പണിംഗ് ആണ്. ഏത് സമയത്ത്, ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് കാണപ്പെടുന്ന ഒരു ടെമ്പററി ഓപ്പണിംഗ് ആണ്. മറന്നുപോലെ കേട്ടോ, മറന്നുപോകരുത്. ചോദിച്ചിട്ടുണ്ട്, ഈ സംഭവം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ SA നോഡ് നമുക്കറിയാം. SA നോഡ് എന്ന് പറയുന്നത് സൈനോ ഏട്രിയൽ നോഡ് അല്ലേ. നമ്മുടെ ഹേർട്ടിന്റെ പേസ് മേക്കർ എന്ന് വിളിക്കാൻ പറ്റുന്ന സാധനമാണ് SA നോഡ്. എന്താണ്, ഹേർട്ടിന്റെ നാച്ചുറൽ പേസ് മേക്കർ അല്ലെ. അത് എവിടെയാണ്, ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിന്റെ അപ്പർ പാർട്ടിലാണ് SA നോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പഠിക്കുമ്പോഴത്തേക്കും വിശദമായിട്ട് മനസ്സിലാക്കാം. എന്നാലും ഇത് റൈറ്റ് ഏട്രിയത്തിന്റെ അപ്പർ പാർട്ടിലായതുകൊണ്ട് റൈറ്റ് ഏട്രിയം പറയുമ്പോൾ പറയാതെ പോകാൻ നിവർത്തിയില്ല. ഓക്കെ അല്ലേ. ഇത് ഒന്നുകൂടെ നോക്കാം കേട്ടോ. നമുക്ക് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും ചില കാര്യങ്ങളിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും, കണക്ഷൻ കുറവായിരിക്കും. അങ്ങനെയുള്ള കണക്ഷൻ കുറവിനെല്ലാം നമ്മൾ നികത്തുന്നു, ഇതിനെല്ലാം ഇന്റർ കണക്ട് ചെയ്യുന്നു അല്ലേ. ഇന്റർ കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അവസാനം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഉണ്ടാകാതെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മളെ പഠനം. ഓക്കെ, ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പഠനം ഇവിടെ തന്നെ നിർത്തി ഇവിടെ തന്നെ അവസാനിപ്പിച്ചിട്ട് പോകണം. പിന്നെ നമുക്ക് നോട്ട് എടുത്ത് ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. ഇതെല്ലാം നമ്മുടെ തലയിൽ ഇങ്ങനെ മിന്നി മറയും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം 1 മുതൽ 3 മില്ലിമീറ്റർ വരെ മാത്രമേ ഇതിന്റെ വോളിന് കട്ടിയുള്ളൂ എന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം നോക്കാം, ഓപ്പറേറ്റ്സ് അണ്ടർ ലോ പ്രഷർ എബൌട്ട് 0 to 5 മില്ലിമീറ്റർ മെർക്കുറി അല്ലേ. ഏകദേശത്തിന് 0 മുതൽ 5 മില്ലിമീറ്റർ മെർക്കുറി പ്രഷറിലാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ ഇനി എന്തൊക്കെയാണ് വരുന്നത്, പ്രധാനപ്പെട്ട വാൽവുകൾ നമുക്ക് നോക്കാം. ഒന്ന് ട്രൈകസ്പിഡ് വാൽവ് വരുന്നുണ്ട്, യൂസ്റ്റേഷ്യൻ വാൽവ് വരുന്നുണ്ട്. യൂസ്റ്റേഷ്യൻ വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഗുണമൊന്നുമില്ല, റെമനന്റ് ആണ്. ഓക്കെ, അപ്പോൾ ട്രൈകസ്പിഡ് വാൽവാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും സെപ്പറേറ്റ്സ് ദ റൈറ്റ് ഏട്രിയം ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പ്രിവെന്റ്സ് ദ ബാക്ക് ഫ്ലോ ഡ്യൂറിംഗ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ അല്ലേ. ഇതാണ് നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെയും കാണാൻ പറ്റും. ഇതാണ് ഫോസ ഓവാലിസ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഫൊറാമൻ ഓവാലിസ് സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴിയാണ് പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെയാണ് ഈ കാണുന്ന ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവിനെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് 3 കസ്പുകൾ ഇങ്ങനെ ചേർന്നിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഈ 3 കസ്പുകളെയാണ് താഴോട്ട് എന്ത് വഴി, ഈ കോഡേറ്റ് ടെൻഡിന് വഴി വലിച്ച് താഴെ നമ്മുടെ പാപ്പിലറി മസിൽസിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും, ക്രോസ് കട്ട് ചെയ്താൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ട്രൈകസ്പിഡ് വാൽവ് അല്ലേ, ട്രൈകസ്പിഡ് വാൽവ് എന്താ, ട്രൈകസ്പിഡ് വാൽവിന്റെ ധർമ്മം എന്താണ്, വെൻട്രിക്കുലാർ കോൺട്രാക്ഷന്റെ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല,
ബാക്ക് ഫ്ലോ ഉണ്ടാവാൻ പാടില്ല, ബ്ലഡ് തിരിച്ചു വരാൻ പാടില്ല. അതാണ് ട്രൈകസ്പിഡ് വാൽവിന്റെ ധർമ്മം അല്ലേ. അപ്പൊ നമുക്കറിയാം. അപ്പൊ എന്താണ് റൈറ്റ് ഏട്രിയത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വാൽവുകളിൽ ഒന്നെന്താണ്, അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് വാൽവുകളിൽ ഒന്നെന്താണ്, ഒന്ന് ട്രൈകസ്പിഡ് വാൽവ് ദാറ്റ് സെപ്പറേറ്റ്സ് റൈറ്റ് ഏട്രിയം ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പ്രിവെന്റ്സ് ദ ബാക്ക് ഫ്ലോ ഡ്യൂറിംഗ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ. മറന്നു പോകരുത്. അടുത്ത എന്താ, യൂസ്റ്റേഷൻ വാൽവ്. യൂസ്റ്റേഷൻ വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതൊരു റെമനന്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫീറ്റൽ സർക്കുലേഷന്റെ ഭാഗമാണ് യൂസ്റ്റേഷൻ വാൽവ്. അത് എവിടെയാണ് കാണപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ ഇൻഫീരിയർ വീനേ കാവ റൈറ്റ് ഏട്രിയത്തിലേക്ക് നമ്മുടെ എന്താണ് ഡി ഓക്സിജൻ ബ്ലഡ് പുഷ് ചെയ്യത്തില്ലേ, ആ ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ ഈ പറഞ്ഞ യൂസ്റ്റേഷൻ വാൽവ് കാണപ്പെടുന്നത് കേട്ടോ. നമ്മുടെ അഡൽട്ട് ഹേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ സ്ഥാനമൊന്നുമില്ല. അത് എവിടെയാണ് പ്രാധാന്യമുള്ളത്, ഫീറ്റൽ സർക്കുലേഷന്റെ ഭാഗമാണ്. നേരത്തെ നമ്മൾ ഫൊറാമൻ ഓവാലെ അടയുമെന്ന് പറഞ്ഞില്ലേ, ഫൊറാമൻ ഓവാൽ അടഞ്ഞ് ഫോസ ഓവൽ സാവ് എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് വലിയ പ്രാധാന്യമൊന്നും പിന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ രണ്ട് വാൽവുകളാണ് റൈറ്റ് ഏട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നോക്കാം പെക്ടിനേറ്റ് മസിൽസ്. പെക്ടിനേറ്റ് മസിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, റിഡ്ജസ് ഓഫ് മസിൽസ് ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ദ ഏട്രിയം ആൻഡ് എയ്ഡിങ് ഇൻ കോൺട്രാക്ഷൻ. ഏട്രിയത്തിന്റെ കോൺട്രാക്റ്റൽ ആക്ടിവിറ്റി നമുക്കറിയാമല്ലോ, അത് കോൺട്രാക്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ കോൺട്രാക്ഷൻ സഹായിക്കുന്ന മസിൽസിന് പറയുന്ന പേരാണ് പെക്ടിനേറ്റ് മസിൽസ്. മറന്നു പോകരുത്, ചോദിക്കും കേട്ടോ, പെക്ടിനേറ്റ് മസിൽസ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിച്ചത്, എന്തൊക്കെയാണ്, യൂസ്റ്റേഷൻ വാൽവ് നമ്മൾ മനസ്സിലാക്കി, എന്താണെന്ന് മനസ്സിലാക്കി. ഇത് ട്രൈകസ്പിഡ് ആണല്ലേ, ട്രൈകസ്പിഡ് മനസ്സിലാക്കി. യൂസ്റ്റേഷൻ വാൽവ് എന്താണെന്ന് നമുക്ക് അറിയാം, അതെന്താണെന്ന് മനസ്സിലാക്കി എടുത്തു അല്ലെ. അതുപോലെ ഫോസ ഓവാൽസ് നമുക്കറിയാം, ഫൊറാമൻ ഓവാല് നമുക്കറിയാം അല്ലെ. അതുപോലെ ഏകദേശം എത്ര പ്രഷറിലാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ എത്രത്തോളം തിക്നെസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുപോലെ നമ്മുടെ രണ്ട് ഏട്രിയം തമ്മിൽ വേർതിരിക്കുന്ന വോളിന്റെ പേര് ഇന്റർ ഏട്രിയൽ സെപ്റ്റം ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ നമ്മൾ ഉത്തരം എഴുതാൻ പ്രാപ്തരായിരിക്കണം. ഇനി നമുക്ക് റൈറ്റ് വെൻട്രിക്കിൾ നോക്കാം. റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലഡ് ആൾവേസ് ഡീൽസ് വിത്ത് എന്താണ്, ഡി ഓക്സിജന്റെ ബ്ലഡ് അല്ലേ. അപ്പോൾ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് സ്വീകരിക്കുകയും അതിനുശേഷം ഇത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് കൊടുക്കാൻ വേണം അല്ലേ. അപ്പൊ നോക്കാം ഇത് എവിടെയാണ് ലൊക്കേഷൻ, ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് ലോവർ സൈഡ് ഓഫ് ദ ഹേർട്ടിന്റെ റൈറ്റ് ലോവർ സൈഡിലാണ് നമുക്ക് റൈറ്റ് വെൻട്രിക്കിൾ കാണപ്പെടുന്നത്, നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അതുപോലെ റൈറ്റ് വെൻട്രിക്കിൾ റിസീവ്സ് ബ്ലഡ് ഫ്രം ദ റൈറ്റ് ഏട്രിയം ആൻഡ് പംപ്സ് ഇറ്റ് ടു ദ ലങ്സ് ത്രൂ ദ പൾമണറി ആർട്ടറി. നമുക്കറിയാം എവിടെ നിന്നാണ് ബ്ലഡ് സ്വീകരിക്കുന്നത്, റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ഡി ഓക്സിജൻ ബ്ലഡ് സ്വീകരിക്കുകയും അതിനുശേഷം എങ്ങോട്ട് നിന്ന് കൊടുക്കണം, ഓക്സിജനേഷന് വേണ്ടിയിട്ട് ലങ്സിലേക്ക് കൊടുക്കണം അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പൾമണറി ആർട്ടറി വഴി ഇത് പമ്പ് ചെയ്ത് ലങ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ ആവറേജ് തിക്നെസ് നോക്കാം. ആവറേജ് വോൾ തിക്നെസ് എന്ന് പറയുമ്പോൾ 3 to 5 മില്ലിമീറ്റർ ആണ്. അറിയാം ഇത് വെൻട്രിക്കിൾ ആണ് അല്ലേ, വെൻട്രിക്കിൾ ആണ് നമുക്കറിയാം. ഇത് പമ്പിങ് ആക്ഷൻ ഉള്ള സ്ഥലമാണ്. അതുപോലെ അത്യാവശ്യം എന്താണ് പ്രഷർ ജനറേറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നമുക്കറിയാം. അപ്പൊ നോക്കാം എന്തുകൊണ്ടായി 3 to 5 മില്ലിമീറ്റർ. 3 to 5 മില്ലിമീറ്റർ നമ്മൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറവാണ് 3 to 5 മില്ലിമീറ്റർ. കാരണം ഇത് നമുക്ക് ഈ ഏട്രിയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ഹൈ പ്രഷർ ഏരിയ ആണെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് വെൻട്രിക്കിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ലോ പ്രഷർ ഏരിയ ആണ്. കാര്യം എന്താ, ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ഈസ് ആൾവേസ് ഡീലിംഗ് വിത്ത് ദ സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെ. സിസ്റ്റമിക് സർക്കുലേഷൻ നമ്മൾ ഓരോ സെല്ലിലേക്കും ബ്ലഡിനെ അടിച്ച് കയറ്റുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളിനുണ്ട്. പക്ഷെ റൈറ്റ് വെൻട്രിക്കിളിന് അത്രയും പ്രശ്നം വരുന്നില്ല, കുറച്ചുകൂടെ ലോ പ്രഷർ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭിത്തിക്ക് അത്ര കനമൊന്നും ആവശ്യമില്ല അല്ലെ. അപ്പോൾ നമുക്ക് ആവറേജ് വാൾ തിക്നെസ് എത്ര, 3 മുതൽ 5 മില്ലിമീറ്റർ ആണ്, മറന്നു പോകരുത്. ഇനി നമുക്ക് ട്രബിക്കുലേക് ആന എന്താണെന്ന് നോക്കാം. എന്താണ് ട്രബിക്കുലേക് ആന എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് ആൾസോ എ മസ്കുലാർ റിഡ്ജ് ഓൺ ദ ഇന്നർ വാൾ അല്ലേ. ട്രബിക്കുലേക് ആന എന്ന് പറഞ്ഞാൽ അതും മസ്കുലാർ റിഡ്ജസ് ആണ്. അത് എവിടെ കാണപ്പെടുന്നു, ഇന്നർ വാൾ അല്ലേ, ഇന്നർ വാൾ ഓഫ് ദ ഏട്രിയം അല്ലെ, സോറി വെൻട്രിക്കിൾ അല്ലെ. അത് എന്തിനാ സഹായിക്കുന്നത്, എൻഹാൻസിങ് ദ കോൺട്രാക്ഷൻ എഫിഷ്യൻസി അല്ലെ. കോൺട്രാക്ഷൻ എഫിഷ്യൻസി, വെൻട്രിക്കിൾസിന്റെ കോൺട്രാക്ഷൻ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കാണപ്പെടുന്ന സാധനം ട്രബിക്കുലേക് ആന എന്ന് പറയുന്ന സാധനം. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് അതുപോലെ മോഡറേറ്റർ ബാൻഡ് എന്താണെന്ന് നോക്കാം. എന്താ മോഡറേറ്റർ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ആൾസോ യുണീക്ക് മസ്കുലാർ സ്ട്രക്ചർ. അത് എന്തിനാ സഹായിക്കുന്നത്, സപ്പോർട്ട്സ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ വിത്തിൻ ദ വെൻട്രിക്കിൾ. വെൻട്രിക്കിളിനകത്തുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സഹായിക്കുന്ന സാധനമാണ് എന്താണ്, മോഡറേറ്റർ ബാൻഡ്. ഓക്കെയാണ് പറഞ്ഞത്. കണ്ടക്ഷൻ പഠിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൃത്യമായിട്ട് കുറച്ചുകൂടെ വിശാലമായിരുന്നു പഠിക്കാം കേട്ടോ. കണ്ടക്ഷൻ നോക്കാം. അടുത്ത് നോക്കാം എന്താണ് വരുന്നത്, ട്രൈകസ്പിഡ് വാൽവ്. ഏതൊക്കെ വാൽവാണ് ഇതുമായിട്ട് ബന്ധമുള്ളത് നമുക്ക് നോക്കിയെടുക്കാം. എന്താണ് ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ഡി ഓക്സിജൻ ബ്ലഡ് ഈ ട്രൈകസ്പിഡ് വാൽവ് വഴിയാണ് എങ്ങോട്ട് വരുന്നത്,
നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നത് അല്ലെ. അപ്പോൾ ട്രൈകസ്പിഡ് വാൽവ് എന്ത് ചെയ്യുന്നു? കൺട്രോൾസ് ദ ബ്ലഡ് ഫ്ലോ ഫ്രം ദ റൈറ്റ് ഏട്രിയം ഇൻ ടു ദ റൈറ്റ് വെൻട്രിക്കിൾ. അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഈ പറഞ്ഞ റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യൂലേ, കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും? കൊളാപ്സ് ചെയ്യും. എന്നിട്ട് എന്താ? തിരിച്ചുള്ള ബാക്ക് ഫ്ലോ തടയും. നമ്മുടെ പൾമണറി ആർട്ടറി വഴി എങ്ങോട്ട്? നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്സിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്ത് അയക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്ത് നമ്മുടെ ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ട്രൈകസ്പിഡ് വാൽവ്. അപ്പൊ ട്രൈകസ്പിഡ് വാൽവിന്റെ ഒരു ക്രോസ് സെക്ഷൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ ബലം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം. അപ്പൊ അതുപോലെ പൾമണറി വാൽവ് റെഗുലേറ്റ്സ് ദ ബ്ലഡ് ഫ്ലോ ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ടു ദ പൾമണറി ആർട്ടറി അല്ലെ. പൾമണറി വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും പൾമണറി സെമി ലൂണാർ വാൽവ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. സെമി ലൂണാർ വാൽവ്സ് ആണ് നമുക്ക് പൾമണറിയിലും പൾമണറി ആർട്ടറിയുടെ ഓപ്പണിംഗിലും അയോർട്ടയുടെ ഓപ്പണിംഗിലും കാണപ്പെടുന്ന വാൽവുകൾ നമ്മൾ സെമി ലൂണാർ വാൽവ്സ് ആണ് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് പൾമണറി സെമി ലൂണാർ വാൽവ് അല്ലെ. പൾമണറി സെമി ലൂണാർ വാൽവ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. അപ്പൊ എന്താണ്? പൾമണറി വാൽവ് ഉണ്ട്, ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്. എന്തൊക്കെയാണ്? പൾമണറി വാൽവ് ഉണ്ട്, ട്രൈകസ്പിഡ് വാൽവ്. അപ്പൊ പൾമണറി വാൽവിന്റെ ധർമ്മം എന്താണ്? നമുക്ക് ഇവിടുന്ന് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഈ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ സമയത്ത് എന്ത് തുറക്കും? ഈ പൾമണറി വാൽവ് തുറന്നിട്ടില്ല ഇതുവഴി ബ്ലഡ് പോകുന്നേ. അപ്പൊ സിസ്റ്റോൾ കഴിഞ്ഞ് അടുത്ത ഡയസ്റ്റോളിലോട്ട് പോകും അല്ലെ. ഡയസ്റ്റോളിലോട്ട് പോകുമ്പോഴത്തേക്കും ഇത് വികസിക്കും, വെൻട്രിക്കുലർ പ്രഷർ കുറയും. അപ്പോൾ ഇങ്ങോട്ട് അടിച്ചു കയറ്റിയ ബ്ലഡ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി, ക്ലോസ് ആകാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? അവിടെയുള്ള ഈ പറഞ്ഞ പൾമണറി വാൽവ് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ നമുക്ക് അതിന്റെ പ്രഷർ നോക്കാം. ഏകദേശം 15 മുതൽ 30 മില്ലിമീറ്റർ മെർക്കുറി പ്രഷറിലാണ് ഈ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കുറഞ്ഞ പ്രഷറിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പൾമണറി കാപ്പിലറീസ് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനാണ് ഈ ഒരു ചെറിയ പ്രഷറിൽ അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ആവറേജ് തിക്നെസ് ഏകദേശം 3 മുതൽ 5 മില്ലിമീറ്റർ ആണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അത് ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ഏതാണ്? റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ അല്ലേ? നോക്കാം. ഇത് എവിടെ കാണപ്പെടുന്നത്? ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് ലോവർ സൈഡ് ഓഫ് ദ ഹാർട്ട് നമുക്കറിയാം അല്ലെ. അതുപോലെ ഇത് എവിടെ നിന്നാണ് ബ്ലഡ് സ്വീകരിക്കുന്നത്, എങ്ങോട്ടാണ് ബ്ലഡ് കൊടുക്കുന്നത് നമുക്കറിയാം. അതുപോലെ ആവറേജ് വാൾ തിക്നെസ് 3 മുതൽ 5 മില്ലിമീറ്റർ ആണെന്ന് അറിയാം. ട്രബിക്കുലർ കാന എന്ന് പറയും മസ്കുലർ റിഡ്ജസ് ആണ്. എന്തിനു സഹായിക്കുന്നു? കോൺട്രാക്ഷൻ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു നമുക്കറിയാം. മോഡറേറ്റർ ബാൻഡ് എന്താണ്? അതൊരു യുണീക് മസ്കുലർ സ്ട്രക്ചർ ആണ്. അത് എന്തിനു സഹായിക്കുന്നുണ്ട്? ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ വിത്തിൻ ദ വെൻട്രിക്കിൾ അല്ലേ. വെൻട്രിക്കിളിനകത്തുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സഹായിക്കുന്ന സാധനമാണ് മോഡറേറ്റർ ബാൻഡ് നമുക്കറിയാം. അതുപോലെ ട്രൈകസ്പിഡ് വാൽവ് എന്ത് തരത്തിലുള്ള ബ്ലഡ് ഫ്ലോ ആണ് കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ പൾമണറി വാൽവ് എവിടെ ഇരിക്കുന്നത് നമുക്കറിയാം. ഏത് തരത്തിലുള്ള ബ്ലഡ് ഫ്ലോ ആണ് കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ നമുക്കറിയാം കൃത്യമായിട്ട് 15 മുതൽ 30 മില്ലിമീറ്റർ മെർക്കുറി എന്ന് പറയുന്ന ഒരു പ്രഷറിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? റൈറ്റ് വെൻട്രിക്കിൾ പ്രവർത്തിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തില് ചെറിയ പ്രഷറിൽ റൈറ്റ് വെൻട്രിക്കിൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം എന്താ? പൾമണറി കാപ്പിലേറ്റ്സ് എല്ലാം വളരെ ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. പൊട്ടിപ്പോകാൻ പാടില്ല. ഹൈ പ്രഷർ ആകുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റൈറ്റ് വെൻട്രിക്കിൾ ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി നമുക്ക് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകാം. എന്താണ് ലെഫ്റ്റ് ഏട്രിയം? ലെഫ്റ്റ് ഏട്രിയം നമുക്കറിയാം. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്തു? ബ്ലഡിനെ പമ്പ് ചെയ്ത് ലങ്സിലേക്ക് അയച്ചു. ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലങ്സ് വഴി നമ്മൾ ഓരോ വലിയ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കിട്ടിയല്ലേ. എവിടെ? ആ ലങ്സിൽ വെച്ച് ഓക്സിജനേറ്റ് ചെയ്യപ്പെട്ട ബ്ലഡിനെ നമ്മുടെ പൾമണറി വെയിൻസ് എങ്ങോട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും മക്കളെ. ഇവിടെ നമുക്ക് നാല് ഓപ്പണിംഗ് കണ്ടൂടെ? 4 ഓപ്പണിംഗ് കാണാൻ പറ്റും അല്ലെ. ലെഫ്റ്റ് ഏട്രിയത്തിന് 4 ഓപ്പണിംഗ് കാണാൻ പറ്റും. ആ 4 ഓപ്പണിംഗ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയം എവിടെയാണ്? ലെഫ്റ്റ് ഏട്രിയം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. അല്ലെങ്കിൽ എന്താണ്? ആൻഡ് ഫോംസ് ദ ബേസ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ ബേസ് ഫോം ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ലെഫ്റ്റ് ഏട്രിയം ആണ് നമുക്കറിയാം. അപ്പൊ തിക്നെസ് നോക്കാം. സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ എന്ത്? റൈറ്റ് ഏട്രിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിക്നെസ് 2 to 3 മില്ലിമീറ്റർ സ്ലൈറ്റ്ലി തിക്കർ ദാൻ ദ റൈറ്റ് ഏട്രിയം. അപ്പൊ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള വാൾ കാണപ്പെടുന്നത് ഏത് ഏട്രിയത്തിനാണ്? റൈറ്റ് ഏട്രിയത്തിനാണ് അല്ലെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കട്ടി കൂടിയത് ലെഫ്റ്റ് ഏട്രിയം. അത് കഴിഞ്ഞ് കട്ടി കൂടിയത് ആരാണ്? റൈറ്റ് വെൻട്രിക്കിൾ. അത് കഴിഞ്ഞ് ഏറ്റവും കട്ടി കൂടിയ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലേ. അപ്പൊ നോക്കാം. ലെഫ്റ്റ് ഏട്രിയം എവിടെയാണെന്ന് നമുക്കറിയാം. ബേസ് ഓഫ് ദ ഹാർട്ടിലാണ് നമുക്കറിയാം. തിക്നെസ് 2 മുതൽ 3 മില്ലിമീറ്റർ ആണ് നമുക്കറിയാം അല്ലെ. കുറച്ച്, അതായത് നമ്മൾ റൈറ്റ് ഏട്രിയത്തെക്കാളും കുറച്ച് തിക്നെസ് കൂടുതലാണ് നമുക്കറിയാം. എന്തൊക്കെയാണ് അതിന്റെ കീ ഓപ്പണിങ്സ്? പൾമണറി വെയിൻസ് അല്ലേ. പ്രധാനമായിട്ടും 4 പൾമണറി വെയിൻസ് ഉണ്ട് ഫ്രം ഈച്ച് അല്ലെ. 2 ലങ്സിൽ നിന്നും 2 എണ്ണം വീതം, അങ്ങനെ മൊത്തം 4 പൾമണറി വെയിൻസ് ഉണ്ട്. അതുവഴിയാണ് നമ്മുടെ ഓക്സിജന്റെ ബ്ലഡ് എങ്ങോട്ട് വരുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത്. ഇനി നോക്കാം മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. എന്താ മൈട്രൽ വാൽവ് എന്ന് പറഞ്ഞാൽ?
ബൈകസ്പിഡ് അല്ലെ, 2 കസ്പുകൾ മാത്രമേ ഈ വാൽവിന് ഉള്ളൂ അല്ലെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാൽവാണ് എന്താ മൈട്രൽ വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും. കാര്യം എന്താ, ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ശക്തമായിട്ടുള്ള കോൺട്രാക്ഷനെ വിക്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് 2 കസ്പുകൾ. ഇപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ 2 കസ്പല്ലേ ഉള്ളൂ, പവർ കുറവല്ലേ. അങ്ങനെയല്ല, ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർന്നിരുന്നാൽ മാത്രമേ ആ ഒരു പ്രഷറിനെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ എന്തൊക്കെയാണ് മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. എന്തുകൊണ്ടാണ് ഈ ബൈകസ്പിഡ് വാൽവിനെ നമ്മുടെ ഈ പറഞ്ഞ മൈട്രൽ വാൽവ് എന്ന് പറയുന്നത്? നിങ്ങൾ നമ്മുടെ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർ, നമ്മുടെ ഇവിടെയുള്ള പുരോഹിതന്മാർ, ബിഷപ്പുമാരൊക്കെ ഇല്ലേടാ, ബിഷപ്പുമാരൊക്കെ തലയിൽ ധരിക്കുന്ന തൊപ്പിയുണ്ട്. അത് ഇതിങ്ങനെ ഇരിക്കും, രണ്ട് ഒരു പൊന്തിച്ചൊരു തൊപ്പിയുണ്ട്. അപ്പൊ അവരുടെ ഒരു ക്രസന്റ് ഷേപ്പാണ് അവരുടെ തൊപ്പിയല്ല, ആക്ച്വലി ഒരു കിരീടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന്റെ ഷേപ്പാണ് ഈ സാധനത്തിലുള്ളത്. അതുകൊണ്ടാണ് അതിനെ മൈട്രൽ വാൽവ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ബൈകസ്പിഡ് വാൽവ് 2 കസ്പാണ് ഉള്ളത്. അപ്പൊ എന്താ ചെയ്യുന്നത്, ഇത് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം ദ ലെഫ്റ്റ് ഏട്രിയം ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമുക്കറിയാം, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന വാൽവ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ ക്വസ്റ്റ്യൻ ആണ്, കൊച്ചിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ എന്താണ് മൈട്രൽ വാൽവാണ്. അതുപോലെ പൾമോണറി വെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്കറിയാം, കൊച്ചിലെ പഠിക്കുന്നതാണ്. ദേ ആർ ദ ഓൺലി വൺ വെയിൻസ് ദാറ്റ് ക്യാരീസ് പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ ദ ബോഡി അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് വഹിക്കുന്ന ഒരു തരത്തിലുള്ള വെയിൻസ് മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? പൾമോണറി വെയിൻസ് ആണ്. തുടക്കത്തിൽ ഞാൻ പറയുന്നത് വെയിൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് പറയാം. എന്താണ്? ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരീസ് ബ്ലഡ് ടുവേർഡ്സ് ദ ഹാർട്ടിനെ എല്ലാം നമ്മൾ വെയിൻസ് എന്ന് പറയുന്നു. ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ഹാർട്ട് അതിനെല്ലാം നമ്മൾ ആർട്ടറീസ് എന്ന് പറയുന്നു. അപ്പോൾ അപ്പൊ അതുപോലെ തന്നെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വഹിക്കുന്ന ഒരേ ഒരു ആർട്ടറി മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ളൂ, അത് പൾമോണറി ആർട്ടറിയാണ്, നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയത്. ലെഫ്റ്റ് ഏട്രിയം എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയാണ് ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ടിന്റെ ബേസ് ഫോം ചെയ്യുന്ന സാധനമാണ്, അല്ലെങ്കിൽ അപ്പർ സൈഡിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് അപ്പർ സൈഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. തിക്നെസ് 2 മുതൽ 3 മില്ലിമീറ്റർ ആണ്, സ്ലൈറ്റ്ലി തിക്കർ ദാൻ റൈറ്റ് ഏട്രിയം നമുക്കറിയാം. പൾമണറി വെയിൻസ് ആണ് പ്രധാനമായിട്ട് അതിൽ 4 ഓപ്പണിംഗ് കൊടുക്കുന്നത് അല്ലെ, പൾമണറി വെയിൻസ്. ഈ പൾമണറി വെയിൻസ് അങ്ങനെ ഓരോ ലങ്സിൽ നിന്ന് ഈ 2 പൾമണറി വെയിൻ വീതം വരുന്നുണ്ട്. അത് എങ്ങോട്ട്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഓക്സിജൻ ബ്ലഡിനെ കൊണ്ട് ഡംപ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മൈട്രൽ വാൽവ് വഴി അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് വഴി നമുക്ക് തുറന്ന് എങ്ങോട്ട് പോകും? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും എന്നുള്ളതാണ്. മൈട്രൽ വാൽവ് എന്താണ് ചെയ്യുന്നത്? ദാറ്റ് കൺട്രോൾസ് ദ ബ്ലഡ് ഫ്ലോ ഫ്രം ദ ലെഫ്റ്റ് ഏട്രിയം ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ അല്ലേ. അതുപോലെ പൾമണറി വെയിൻസ് ആർ ദ ഓൺലി വൺ വെയിൻസ് ദാറ്റ് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ അവർ ബോഡി. അതുപോലെ പൾമണറി ആർട്ടറീസ് ആർ ദ ഓൺലി വൺ ആർട്ടറീസ് ദാറ്റ് ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്സ് ഇൻ അവർ ബോഡി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഇനി നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഏരിയ കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ കണ്ടന്റ് വളരെ കൂടുതലാണ് അല്ലേ. കണ്ടന്റ് പഠിച്ചാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. കണ്ടന്റ് കൃത്യമായിട്ട് എന്തുകൊണ്ട് എങ്ങനെയെന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പൊ നോക്കാം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ലോവർ ലെഫ്റ്റ് സൈഡ് അല്ലെ. ലോവർ ലെഫ്റ്റ് സൈഡിലാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ കാണപ്പെടുന്നത്, നമുക്കറിയാം. അതുപോലെ നോക്കാം, ഇറ്റ് ഈസ് എ മോസ്റ്റ് പവർഫുൾ ചേംബർ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പമ്പിംഗ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ദ എൻറ്റയർ ബോഡി ത്രൂ ദ സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെ. സിസ്റ്റമിക് സർക്കുലേഷൻ വഴി നമ്മുടെ ശരീരത്തിന്റെ ഈച്ച് ആൻഡ് എവരി സെല്ലുകളിലേക്ക് ആവശ്യമുള്ള ഓക്സിജനെ എത്തിക്കുന്നതിനുള്ള ധർമ്മം നിർവഹിക്കുന്ന ഈ സിസ്റ്റമിക് സർക്കുലേഷനിൽ ബ്ലഡിനെ പമ്പ് ചെയ്ത് കയറ്റുക എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ വഹിക്കുന്ന ആൾ ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, മറന്നു പോകരുത്. ആവറേജ് തിക്നെസ് 8 മുതൽ 15 മില്ലിമീറ്റർ ആണ്, 1.5 സെന്റിമീറ്റർ വരെ കനമുണ്ട്. ഇത് കണ്ടോ, 8 മുതൽ 15 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ഇറ്റ് ഫോംസ് ദ അപ്പെക്സ് ഓഫ് ദ ഹാർട്ട്. നമുക്കറിയാം, നമുക്ക് അപ്പെക്സ് ആൾമോസ്റ്റ് ഇത് തന്നെയാണല്ലേ അപ്പെക്സ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഇതുവരെ വന്നിട്ടുള്ളൂ അല്ലെ. അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് ഫോം ചെയ്യുന്ന ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. അതുപോലെ ഇതിന്റെ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺ ഷേപ്പ്ഡ് ആണ് കാണപ്പെടുന്നത് അല്ലെ. കോൺ ഷേപ്പ്ഡ് ആണ്. പക്ഷേ ക്രോസ് സെക്ഷൻ ആണെങ്കിലോ അതൊരു കൃത്യമായിട്ടുള്ള ഒരു സർക്കുലർ ക്യാവിറ്റിയാണ് നമുക്ക് കാണപ്പെടുന്നത്. കാര്യം എന്താ? വളരെ എഫിഷ്യന്റ് ആയിട്ട് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കൃത്യമായിട്ട് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ നമുക്കിതിങ്ങനെ ക്രോസ് കട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നല്ലൊരു റൗണ്ട് ഷേപ്പ് തന്നെ ഇങ്ങനെയുള്ള കട്ട് ചെയ്താൽ നമുക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ കോൺ ഷേപ്പ്ഡ് ആണ് വിത്ത് എ സർക്കുലർ ക്യാവിറ്റി ഇൻ ക്രോസ് സെക്ഷൻ പ്രൊവൈഡ്സ് മാക്സിമം പമ്പിംഗ് എഫിഷ്യൻസി. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഷേപ്പ് വെച്ചാൽ എന്താണ്? കോൺ സൈസർ ആണ് അല്ലെ, കോൺ ഷേപ്പ്ഡ് ആണ്. പക്ഷേ ക്രോസ് സെക്ഷനിൽ എങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സർക്കിളായിട്ട് കാണപ്പെടും, സർക്കുലർ ക്യാവിറ്റി ആയിട്ട് കാണപ്പെടും. അത് എന്തിനു വേണ്ടിയാ? മാക്സിമം പമ്പിംഗ് എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് അങ്ങനെ കാണുന്നത് അല്ലേ.
അതുപോലെ നമുക്ക് നോക്കാം വാൽവുകൾ, പ്രധാനമായിട്ടും മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവാണ്. നമുക്കറിയാം അലോസ് ബ്ലഡ് ഫ്രം ദ ലെഫ്റ്റ് ഏട്രിയം ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡിനെ ഇങ്ങോട്ട് അലോ ചെയ്യുന്ന സാധനമാണ് ആര്? മൈട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ അയോർട്ടിക് വാൽവ് അല്ലെങ്കിൽ അയോർട്ടിക് സെമി ലൂണാർ വാൽവ്. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് അയോർട്ടിക് വാൽവ് എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾസ് ബ്ലഡ് ഫ്ലോ ഫ്രം ദ വെൻട്രിക്കിൾ ടു ദ അയോർട്ട അല്ലെ. അയോർട്ടയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 3D ഇമേജും കൂടെ വെച്ചിട്ട് കുറച്ചുകൂടി വിശാലമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒരു തവണ കൂടെ നമ്മൾ റിവൈസ് ചെയ്തെടുക്കും കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ മസിൽ ഫീച്ചേഴ്സ് അല്ലെ, ഫീച്ചേർഡ് മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ട്രബിക്കുലർ കാർണ തന്നെയാണ്. അപ്പോൾ എന്താ ട്രബിക്കുലർ കാർണയുടെ ഫംഗ്ഷൻ എന്താണ്? ഇതെന്താണ്? ഇറഗുലർ മസിൽ റിഡ്ജസ് ആണ്. ഇറഗുലർ മസിൽ റിഡ്ജസ്. അപ്പോൾ നമ്മുടെ ഈ ഹൃദയം നിങ്ങളിങ്ങനെ ആ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ല നമ്മുടെ എന്ത് പറയാ, പ്രത്യേകിച്ച് എസ്പെഷ്യലി വെൻട്രിക്കിളിന്റെ ഇന്നർ സർഫസ്. നിങ്ങൾ ഹാർട്ടിന്റെ ഡിസെക്ഷൻ കൃത്യമായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഭയങ്കര ഇറഗുലർ ആണല്ലേ. എന്തിനാണ് അങ്ങനെ ഇറഗുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ സിസ്റ്റോൾ കഴിഞ്ഞ് ഇവിടെ ആക്ച്വലി സക്ഷൻ ഡ്യൂറിങ് കോൺട്രാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ എന്ത് പറയാ, കോൺട്രാക്ട് സമയത്ത് അല്ല ഈ പറഞ്ഞ സക്ഷൻ അല്ലെങ്കിൽ അഡറൻസ് ഉണ്ടാകുന്നത്, ഡയസ്റ്റോൾ സമയത്താണ് അത് കൂടുതൽ വിഷയം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഈ പറഞ്ഞ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യാറുണ്ട്? അത് വളരെ ഫോഴ്സ്ഫുള്ളി കോൺട്രാക്ട് ചെയ്യാറുണ്ട് അല്ലേ. കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് നോക്കൂ, വളരെ വെറ്റ് ആയിട്ടുള്ള രണ്ട് എന്താ പറയാ, രണ്ട് മസിൽ നമുക്കിങ്ങനെ ഒട്ടിയിരിക്കത്തില്ലേ. അതായത് നമുക്കിങ്ങനെ നമ്മുടെ വായ്ക്കകത്ത് നമ്മളിങ്ങനെ പ്രഷർ കുറച്ചാൽ ഈ രണ്ട് കവളിങ്ങനെ ഒട്ടിയിരിക്കുന്നില്ലേ. അങ്ങനെ ഈ പറഞ്ഞ വെൻട്രിക്കുലർ സിസ്റ്റോൾ കഴിഞ്ഞിട്ട് ഡയസ്റ്റോളിലേക്ക് പോകുന്ന സമയത്ത് വെൻട്രിക്കുലർ സിസ്റ്റോൾ കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അതിനകത്തുള്ള പൂർണ്ണമായും ബ്ലഡിനെ നമ്മൾ പമ്പ് ചെയ്ത് ആര് വഴി? അയോർട്ട് വഴി പുറത്തേക്ക് വിടുകയല്ലേ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ഈ വാൾസ് തമ്മിൽ അടുത്ത് ചേരും അല്ലേ. അപ്പോൾ ഈ വാൾസ് വളരെ സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ സ്മൂത്ത് ആണെന്ന് അത് ഒട്ടിപ്പിടിച്ചു പോകാനും അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്വത്തിനെ, ആ ഒരു സക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ട്രബിക്കുലർ കാർണ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെൻട്രിക്കിൾസിന്റെ ഇൻസൈഡിൽ ഒരു മസിൽ റിഡ്ജസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമുക്ക് അവിടെ ഭയങ്കര ഇറഗുലർ ആയിട്ട് അതിന്റെ ഭാഗം കാണപ്പെടുന്നത്. എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ട്രബിക്കുലർ കാർണ. മസിൽ സ്പെഷ്യൽ മസിൽ ഫീച്ചേഴ്സ് പഠിക്കും. ട്രബിക്കുലർ കാർണ പഠിച്ചു വെച്ചേക്കണം. അതുപോലെ പാപ്പിലറി മസിൽസും കോർഡിനേറ്റ് ടെൻഡിനെ അല്ലേ. അത് നമുക്ക് ഈ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. പാപ്പിലറി മസിൽസും കോർഡിനേറ്റ് ടെൻഡിനെ എവിടെയുണ്ട്? രണ്ട് സ്ഥലത്തും ഉണ്ട്. രണ്ടും എന്താണ് ലക്ഷ്യമാക്കുന്നത് വെച്ചാൽ നമുക്ക് പ്രൊലാപ്സ് തടയുക അല്ലേ. എന്താണ്? മൈട്രൽ വാൽവിന്റെ ആണെന്നുണ്ടെങ്കിലും അപ്പുറത്താണെങ്കിൽ എന്താണ്? ട്രൈകസ്പിഡ് വാൽവിന്റെയും പ്രൊലാപ്സ് തടയലാണ് നമ്മുടെ ഈ പറഞ്ഞ കോർഡിനേറ്റ് ടെൻഡിന്റെയും പാപ്പിലറി മസിൽസിന്റെയും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകണം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രസ്താവന ചോദ്യങ്ങളെല്ലാം കാണുന്നതിന് മുന്നേ നമുക്ക് മൊത്തത്തിൽ ഇതെന്താണ് ഏതാണെന്നുള്ള കാര്യം ഒന്നും കൂടെ നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മുടെ സർക്കുലേഷൻ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. നമുക്കറിയാം ഇതാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം എന്ന് പറയുന്ന സാധനം അല്ലേ. എന്താണ് റൈറ്റ് ഏട്രിയം എന്നുള്ള സാധനം? ഇതാണ്. ഇത് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവയും ഇത് നമ്മുടെ സുപ്പീരിയർ വീനക്കാവയും. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്? ഡീഓക്സിജനൽ ബ്ലഡ് വരുന്നത്. റൈറ്റ് ഏട്രിയം തുറന്നു വെച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഈ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ ലെഫ്റ്റ് ഏട്രിയത്തിന്റെ ഭാഗത്ത് സംഭവിക്കാൻ നമുക്ക് നോക്കാം. നേരെ ഈ ബ്ലഡ് വന്ന് ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഏട്രിയൽ കോൺട്രാക്ഷൻ അല്ലേ. ഏട്രിയൽ നമുക്ക് ചെസ്റ്റ് ചെറിയ കോൺട്രാക്ട് ചെയ്യും. ഈ കോൺട്രാക്ഷനും നമ്മുടെ ഏകദേശം നമ്മുടെ ഈ പറഞ്ഞ വെൻട്രിക്കുലർ ഡയസ്റ്റോളും കൂടെ ഏകദേശം കോയിൻസൈഡ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഡീഓക്സിജനൽ ബ്ലഡ് എങ്ങോട്ട് വരും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നോക്കാം ഈ ഒരു കോൺട്രാക്ഷൻ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഈ ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ആകുന്നതും ഈ കാണപ്പെടുന്ന നമ്മുടെ എന്താണ് സെമി ലൂണാർ വാൽവ് ഓപ്പൺ ആകുന്നതും കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓരോ റിലാക്സേഷനും അല്ലേ നോക്കാം. ലബ് ഡബ് ലബ് ഡബ്. ഇത് ഈ ലബ് ഡബ് സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ വാൽവുകൾ അടയുന്നതിന്റെ സൗണ്ടാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ലബ് ഡബ് എന്ന് പറഞ്ഞ സൗണ്ട് നമുക്ക് ഈ പറഞ്ഞ എന്താണ് അയോർട്ടിക് സെമി ലൂണാർ വാൽവ് അടയുന്ന സൗണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഡബ് സൗണ്ട്, വലിയ സൗണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഇത്തരത്തിൽ നമുക്ക് ബ്ലഡ് എങ്ങോട്ട് പോയി? ഇത് വഴി എങ്ങോട്ട് പോയി? നമ്മുടെ ലങ്സിലേക്ക് പോയല്ലേ. ലങ്സിലേക്ക് പോയി. ഇതിന് രണ്ടാമത് ഇവിടെ രണ്ടൊരു തിരിവുണ്ട് കേട്ടോ, അങ്ങോട്ട് തിരിയും. അങ്ങനെ ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയമാണ്. ലെഫ്റ്റ് ഏട്രിയത്തിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ടല്ലേ ഈ ഭാഗത്ത്. അതുപോലെ ഈ സൈഡിൽ നമുക്ക് രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ഈ രണ്ട് ഓപ്പണിംഗ് വഴി ലങ്സിൽ നിന്നും ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് എങ്ങോട്ട്? ഈ പറഞ്ഞ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ ബൈക്കസ്പിഡ് വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് അല്ലെ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരികയും നമുക്കിവിടെ ഈ ഒരു എന്താ അയോർട്ടിക് സെമിലൂണാർ വാൽവ് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് അകത്തോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അയോർട്ടിക് സെമിലൂണാർ വാൽവ് തുറന്നുകൊണ്ട് നമുക്ക് അയോർട്ട വഴി ബ്ലഡിനെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ മറ്റുള്ള പ്രവർത്തികളെല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ നേരത്തെ കണ്ടു പഠിച്ചതാണ്. ഇതിനകത്ത് ഇനി സംശയമൊന്നുമില്ലല്ലോ. മൊത്തത്തിൽ നമുക്ക് റിവിഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങൾ അതിന് ആദ്യം നോക്കി പോകണം.
വളരെ രസമാണ് നമുക്ക് എലിമിനേഷൻ ടെക്നിക് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറേ പേരൊക്കെ അറിയാമായിരിക്കും. ചില ആൾക്കാർ ഇത് പരീക്ഷിച്ച് കാണാം. പലപ്പോഴും നമുക്കത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല ഇത് തന്നെയാണോ എന്നുള്ള കാര്യം. നിങ്ങൾ കുറേ ഇതിങ്ങനെ എലിമിനേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും യു വിൽ ബി കോൺഫിഡൻറ്റ്. ചിലപ്പോൾ ഒരു പ്രസ്താവനയിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയേക്കാം. നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയവുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. റൈറ്റ് ഏട്രിയം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ലോവർ റൈറ്റ് സൈഡ് ഓഫ് ദ ഹേർട്ട്. നമുക്കറിയാം റൈറ്റ് ഏട്രിയം എന്ന് പറയുമ്പോൾ അപ്പർ സൈഡാണ് അല്ലേ, അപ്പർ ബേസിലാണ് കാണപ്പെടുന്നത് നമുക്കറിയാം. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. ശരി ഏതെന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നുൾപ്പെടെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുന്നു. ഇനി ഇതിലൊന്നും വരുന്നില്ലല്ലോ അല്ലേ. അടുത്ത് നോക്കാം. ഇറ്റ് റിസീവ്സ് ഡീഓക്സിജനൽ ബ്ലഡ് ഫ്രം ദ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയല്ലേ? പക്ഷെ അവിടെ കൊറോണ സയൻസ് പറഞ്ഞിട്ടില്ല. കൊറോണ സയൻസ് അത് പറഞ്ഞിട്ടില്ല. തെറ്റാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇൻഫീരിയർ വീന കാവയിൽ നിന്നും സുപ്പീരിയർ വീന കാവയിൽ നിന്നും റൈറ്റ് ഏട്രിയം ഡീഓക്സിജനൽ ബ്ലഡ് സ്വീകരിക്കുന്നു പറഞ്ഞാൽ ശരിയായ പ്രസ്താവനയാണ്. അത് പാർഷ്യലി ശരിയല്ല, ഫുള്ളായിട്ട് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ രണ്ടുള്ളതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യണം, രണ്ടില്ലാത്തതെല്ലാം നമുക്ക് കളയാം അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെലക്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇത് കളയാം, ഡി നമുക്ക് എന്തായാലും കളയാം. ഇനി നോക്കാം. ഇനി രണ്ട് ബി ആണോ സി ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. നോക്കാം. ദ ഫോസ ഓവാലിസ് ഈസ് എ റെമനന്റ് ഓഫ് ദ ഫൊറാമൻ ഓവാലെ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നുള്ളതെല്ലാം സെലക്ട് ചെയ്യാം. അതിലും ഉണ്ട് 3, ഇതിലും ഉണ്ട് 3. അതുകൊണ്ട് വലിയ പ്രയോജനം നമുക്ക് ഇല്ല. ഇനി നോക്കാം. ദ റൈറ്റ് ഏട്രിയം ഹാസ് തിക് മസ്കുലർ വാൾ ടു പമ്പ് ബ്ലഡ് ടു ദ ലങ്സ്. റൈറ്റ് ഏട്രിയം തിക് മസ്കുലർ വാൾസ് ഉണ്ടെന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന തന്നെയാണ്. 4 തെറ്റാണ്. റൈറ്റ് ഏട്രിയത്തിന് തിക് മസ്കുലർ വാൾ എന്നുള്ള ഏറ്റവും തിന്നസ്റ്റ് മസിൽ വാൾ കാണപ്പെടുന്ന റൈറ്റ് ഏട്രിയം നമുക്കറിയാം. അപ്പോൾ ഇതും കളയാം. ഉത്തരം ബി ആയിരിക്കും അല്ലേ. ഉത്തരം ബി ആണ്. അപ്പോൾ അടുത്തത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ വെൻട്രിക്കിൾ. വെൻട്രിക്കിളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിക്കുന്നു. തെറ്റ് ചോദിച്ചുകൊണ്ട് തന്നെ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ നമ്മൾ വട്ടം കൊടുത്തു. ട്രൂ ചോദിച്ചാൽ വട്ടം ഇടാറില്ല, നമ്മൾ ഇവിടെ വട്ടം ഇടും. ഇനി നമുക്ക് നോക്കാം. ദ റൈറ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ ലങ്സ്. ലങ്സിലേക്ക് റൈറ്റ് വെൻട്രിക്കിൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. തെറ്റായ പ്രസ്താവന അല്ലേ. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്. റൈറ്റ് വെൻട്രിക്കിൾ എന്താണ് ഡീഓക്സിജനൽ ബ്ലഡ് ആണ് ലങ്സിലേക്ക് പമ്പ് ചെയ്യുന്നത് നമുക്കറിയാം. അതറിയാം. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. ഒന്നുള്ളതെല്ലാം എടുക്കണ്ടേ, അല്ലെങ്കിൽ ഒന്നില്ലാത്തതെല്ലാം കളയണ്ടേ. ഒന്നില്ല, ഡിയിലില്ല, ഡി കളയാം. ഇനി എ ആണോ ബി ആണോ സി ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ അല്ലേ. ഇത് നോക്കാം. ദ വാൾ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ ഈസ് തിക്കർ ദാൻ റൈറ്റ് ഏട്രിയം. ശരിയാണ്. റൈറ്റ് വെൻട്രിക്കിളിന്റെ വാൾ എന്ന് പറയുമ്പോൾ റൈറ്റ് ഏട്രിയത്തിനേക്കാളും കണമുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി ഏതിലെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞാൽ അതും കളയണ്ടേ. ഈ സീൽ പറഞ്ഞിരിക്കുന്നു 1, 2, 3 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതും നമുക്ക് കളയാം. ഇനി നമുക്ക് എത്ര എ ആണോ ബി ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ദ മോഡറേറ്റർ ബാൻഡ് ഈസ് പ്രസന്റ് ഇൻ ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ എന്തുണ്ട്, മോഡറേറ്റർ ബാൻഡ് പ്രസന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ എന്താ 3 ഉള്ളത് നമുക്ക് കളയാം. ദൗർഭാഗ്യവശാൽ ഈ എയിലും ബിയിലും 3 ഇല്ല. ഇറ്റ് പമ്പ്സ് ബ്ലഡ് ഇൻ ടു ദ പൾമണറി ആർട്ടറി. യെസ്, അത് പൾമണറി ആർട്ടറിയിലേക്ക് റൈറ്റ് വെൻട്രിക്കിൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അത് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബിയും തെറ്റിപ്പോയി, എ മാത്രമായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് ഏട്രിയം ബന്ധപ്പെടുത്തിയ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. ശരിയാ ചോദിച്ചിരിക്കുന്ന വട്ടവും നമ്മൾ ഇടുന്നില്ല. ദ ലെഫ്റ്റ് ഏട്രിയം റിസീവ്സ് ഓക്സിജനൽ ബ്ലഡ് ഫ്രം ദ പൾമണറി വെയിൻസ്. ശരിയാണ്. പൾമണറി വെയിനിൽ നിന്നും ഓക്സിജനൽ ബ്ലഡ് സ്വീകരിക്കുന്നു ആര്, ലെഫ്റ്റ് ഏട്രിയം. ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുള്ളത് മാത്രമല്ലേ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിലൊന്നുണ്ട്, ബിയിൽ ഒന്നില്ലാത്തതുകൊണ്ട് ബി നമ്മൾ വെട്ടിക്കളഞ്ഞു. അടുത്ത പറഞ്ഞു ഇറ്റ് പമ്പ്സ് ബ്ലഡ് ത്രൂ ടു ദ റൈറ്റ് ഏട്രിയം ത്രൂ മൈട്രൽ വാൽവ്. നമ്മൾ എന്താ പറയുന്നത്, ലെഫ്റ്റ് ഏട്രിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ പ്രസ്താവന ചോദിക്കുന്നത്. മൈട്രൽ വാൽവ് എന്താ ചെയ്യുന്നത്, ലെഫ്റ്റ് ഏട്രിയത്തിന് ലെഫ്റ്റ് വെൻട്രിക്കിളിനെയാണ് കണക്ട് ചെയ്യുന്നതല്ലേ നമുക്കറിയാം. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ശരിക്കും ബ്ലഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മൈട്രൽ വാൽവ് ഉള്ളത്. അപ്പോൾ ഈ തെറ്റല്ലേ. എന്താണ് ഇറ്റ് പമ്പ്സ് ബ്ലഡ് ടു ദ റൈറ്റ് ഏട്രിയം എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. 2 ഉൾപ്പെടുന്നതെല്ലാം നമ്മൾ കളയണ്ടേ മക്കളെ, കളയണം. ആൾ ഓഫ് ദ ബോയിൽ 2 ഉണ്ട്, എയിലും സിയിലും 2 ഇല്ലാത്തതുകൊണ്ട് അതിന് നമ്മൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദ വാൾസ് ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം ആർ തിന്നർ ദാൻ ദോസ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. വാൾസ് ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം ആർ തിന്നർ ദാൻ ദോസ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. കാരണം ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഏറ്റവും കട്ടിയുള്ള വാൾസ് ഉള്ളത്. അപ്പോൾ 3 ഉള്ളതെല്ലാം സെലക്ട് ചെയ്യണ്ടേ. ഇതിൽ 3 ഉണ്ട്, ഇതിൽ 3 ഇല്ല. 4ാമത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് വായിച്ച് നോക്കാതെ തന്നെ ഇത് നമ്മൾ കണ്ടെത്തി. 4ാമത്തെ പ്രസ്താവന ശരിയായിരിക്കും അല്ലേ, സി ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട്
ട്രൂ അബൌട്ട് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. മാറിപ്പോകാതിരിക്കാൻ നമ്മൾ വട്ടം വരച്ചു നോക്കാം. ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ബ്ലഡ് ടു ദ എൻറ്റയർ ബോഡി ത്രൂ അയോർട്ട. നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് ആൾവേസ് ഡീൽസ് വിത്ത് ദ ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് അയോർട്ട വഴി ബ്ലഡ് പമ്പ് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിൾ തന്നെയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ തെറ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നു 1, 2, 3 തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരിക്കലും എന്ത് വരില്ല, സി എന്ന് പറയുന്ന ഓപ്ഷൻ വരില്ല. ഇനി അടുത്ത പ്രസ്താവന നോക്കാം. ദ മൈട്രൽ വാൽവ് സെപ്പറേറ്റ്സ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫ്രം ലെഫ്റ്റ് ഏട്രിയം. മൈട്രൽ വാൽവ് സെപ്പറേറ്റ്സ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫ്രം ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് വെൻട്രിക്കിളിനും ലെഫ്റ്റ് ഏട്രിയത്തിലും ഇടയിലാണോ മൈട്രൽ വാൽവ് കാണപ്പെടുന്നത്? അതെ, ശരിയായ പ്രസ്താവനയാണ്. അവിടെ പിന്നെയും പറയുന്നു തെറ്റായവയാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഉൾപ്പെടുന്നതെല്ലാം നമുക്ക് കളയണം. ഈ ബിയിലും പറഞ്ഞിരിക്കുന്നു 2ഉം 3ഉം തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. 3 തെറ്റാണോ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. 2 ശരിയാണെന്ന് നമുക്ക് ഉറപ്പായത് കൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഒരിക്കലും വരില്ല, അല്ലേ? അതുപോലെ നോക്കാം. ദ വാൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് തിന്നർ ദാൻ ദ റൈറ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാള് റൈറ്റ് വെൻട്രിക്കിളിനേക്കാൾ തിന്നർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റായ പ്രസ്താവന തന്നെയാണ്. കാര്യം എന്താ? റൈറ്റ് വെൻട്രിക്കിളാണ് ഏറ്റവും തിന്നസ്റ്റ് വാൾ ഉള്ളത്, അല്ലേ? അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നേ? ഇതിലും 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും എലിമിനേറ്റ് ചെയ്യാനില്ല. ഇനി നോക്കാം. ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ജനറേറ്റ്സ് ദ ഹയസ്റ്റ് പ്രഷർ എമംഗ് ഓൾ ഹാർട്ട് ചേമ്പേഴ്സ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ജനറേറ്റ് ചെയ്യുക. പ്രഷർ കുക്കറാണല്ലോ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അത് ശരിയായത് കൊണ്ട് തന്നെ ഇതൊരിക്കലും വരത്തില്ല. ഉത്തരം എ ആയിരിക്കും. എത്ര? ഓൺലി 3 ആയിരിക്കും. ഏതാണ്? എ, ഓൺലി 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡുമായി വാൽവുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ദ ട്രൈകസ്പിഡ് വാൽവ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലാണെന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവനയാണ്, അല്ലേ? റൈറ്റ് സൈഡിലാണ് ട്രൈകസ്പിഡ് വാൽവ് കാണപ്പെടുന്നത്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ശരിയെന്നല്ലേ ചോദിച്ചിരിക്കുന്നേ? ഒന്നുള്ളതല്ല എഴുതേണ്ടത്. ഈ പ്രസ്താവന പറയുന്നു 1, 2 ശരിയെന്ന്. അപ്പോൾ അത് വരാൻ വേണമെങ്കിൽ ഈ പ്രസ്താവന 1, 2, 4 ശരിയെന്ന് പറയുന്നു. ഇതിൽ 1 ശരിയാണെന്ന് പറയുന്നതേ ഇല്ല. അപ്പോൾ ഇത് വരില്ല. ഇതിലും 1 ശരിയാണെന്ന് പറയുന്നേ ഇല്ല, അത് വരത്തില്ല. അപ്പോൾ 1 ശരിയാണെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ 1 ശരിയാണെന്ന് പറയാത്ത സ്റ്റേറ്റ്മെന്റ് എല്ലാം നമ്മൾ കട്ട് ചെയ്തു, അല്ലേ? അതുപോലെ ഇറ്റ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം. എന്ത് ചെയ്യുന്നു? ട്രൈകസ്പിഡ് വാൽവ് എന്ത് ചെയ്യുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്കുള്ള ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ തടയുന്നു എന്ന് പറയുന്നു. അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. അപ്പോൾ 2 ഉള്ളത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്. നമുക്കൊന്നും കട്ട് ചെയ്യാനില്ല. ഇനി നമുക്ക് നോക്കാം. ഇറ്റ് റെഗുലേറ്റ്സ് ബ്ലഡ് ഫ്ലോ ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ടു ദ പൾമണറി ആർട്ടറി. എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പറഞ്ഞ ട്രൈകസ്പിഡ് വാൽവ് എന്ത് ചെയ്യുന്നു? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. കാരണം എന്താ? പൾമണറി ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? പൾമോണിക് സെമിലൂണാർ വാൽവ് ആണ്, അല്ലേ? അത് തെറ്റല്ലേ? തെറ്റാണ്. അപ്പോൾ ശരിയല്ലേ ചോദിച്ചിരിക്കുന്നേ? 3 ശരിയാണെന്ന് ഇതിൽ ഏതെങ്കിലും പറഞ്ഞ് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. ഇതിൽ 2നും ദൗർഭാഗ്യം വെച്ചാൽ 3 ശരിയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇറ്റ് ഈസ് എ ബൈകസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റ് തന്നെയാണല്ലേ? തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. എ ആണ് 1 and 2. 1 and 2, അല്ലേ? ഏതാണ്? എ, 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ പൾമോണറി വാൽവ്. പൾമോണറി വാൽവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. പൾമോണറി വാൽവ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമോണറി ആർട്ടറി. പൾമോണറി വാൽവ് എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ? റൈറ്റ് വെൻട്രിക്കിളും അതുപോലെ പൾമോണറി ആർട്ടറിക്കും ഇടയിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്? തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു വട്ടം ഇടും, നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ സാധനം ശരിയായതുകൊണ്ട് തന്നെ ഇത് 2ഉം നമ്മൾ കട്ട് ചെയ്യും. ഒരിക്കലും ഈ 2 ഓപ്ഷനും വരികയില്ല. അതുപോലെ നോക്കാം. ഇറ്റ് അലോസ് ബ്ലഡ് ടു ഫ്ലോ ഫ്രം ദ പൾമോണറി വെയിൻസ് ടു ദ ലെഫ്റ്റ് ഏട്രിയം. പൾമോണറി വെയിനിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഒരിക്കലും അല്ല, പൾമോണറി വെയിനിൻ്റെ ഇടയ്ക്ക് അല്ല എന്തിരിക്കുന്നത്? പൾമോണറി വാൽവ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് തെറ്റായ പ്രസ്താവന തന്നെയാണ്. 2 തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. കാര്യം എയിലും ഇയിലും 2 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു, ഡിയിലും 2 തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. കട്ട് ചെയ്യാനൊന്നുമില്ല. അത് ഇറ്റ് പ്രിവെന്റ്സ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിലേക്കുള്ള എന്തിൻ്റെ? ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ തടയാൻ വേണ്ടി ഇരിക്കുന്ന സാധനമാണ് പൾമോണറി വാൽവ്, നമുക്കറിയാം. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ഡിയിൽ പറഞ്ഞു 2ഉം 3ഉം തെറ്റാണെന്ന് പറഞ്ഞു. 2 തെറ്റാണെന്ന് മനസ്സിലായല്ലേ? മനസ്സിലായി. അപ്പോൾ എന്താണ്? ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും, അല്ലേ? ഓ ആയിരിക്കും ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ഫോസ ഓവാലിസ്. ഫോസ ഓവാലിസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ദ ഫോസ ഓവാലിസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഇന്റർ ഏട്രിയൽ സെപ്റ്റം. നമുക്കറിയാം 2 ഏട്രിയത്തിനിടയിലുള്ള ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ എന്താണ്? ഫ്യൂച്ചർ സർക്കുലേഷനിൽ നമ്മുടെ പൾമോണറി സർക്കുലേഷനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡിനെ ബൈപ്പാസ് ചെയ്യുന്നതിനാണ് എന്തിരിക്കുന്നത്? ഫൊറാമൻ ഓവാല ഉള്ളത്. ഫൊറാമൻ ഓവാലയുടെ ഒരു ചെറിയ റെമനന്റ് ആണ് എന്ത്? നമ്മുടെ
ഫോസ ഓവാലിസ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നുള്ളതെല്ലാം എടുക്കണ്ടേ? നമുക്ക് കണ്ണും പൂട്ടി നമുക്കറിയാം ഒന്ന് ശരിയാണെന്ന്, ഒന്നില്ല. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു 2ഉം 4ഉം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് ശരിയാണെന്ന് നമുക്ക് ഉറപ്പായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബിയും കട്ട് ചെയ്യും, സിയും കട്ട് ചെയ്യും. ഇനി എ ആണോ ഡി ആണോ എന്ന് മാത്രമേ നമുക്ക് തർക്കമുള്ളൂ. ഇത് നോക്കാം. ഇറ്റ് ഈസ് എ റെമനന്റ് ഓഫ് ഫൊറാമൻ ഓവാലെ. അതും ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ രണ്ടിലും 2 ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കട്ട് ചെയ്യാനില്ല. അതുപോലെ ഇറ്റ് അലോസ് ബ്ലഡ് ഫ്ലോ ബിറ്റ്വീൻ ദ ഏട്രിയ ഇൻ അഡൽട്സ്. അതായത് നോക്ക, നമ്മുടെ ഈ പറഞ്ഞ എന്താണ്, ഫോസ ഓവൽസ് എന്താണ്, ഏട്രിയക്കിടയിൽ ബ്ലഡ് ഫ്ലോ അലോ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അഡൽട്സിലല്ല, അത് ഇൻഫന്റിലാണെങ്കിൽ ശരിയാണ്. അത് തെറ്റല്ലേ? തെറ്റാണ്. 3 ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തലമണ്ടയ്ക്ക് അടിക്കണം അല്ലെ. 3 ശരിയാണെന്ന് ഡി പറഞ്ഞിരിക്കുന്നു, അവന്റെ തലമണ്ടയ്ക്ക് നമ്മൾ അടിച്ചു. ഉത്തരം എ ആയിരിക്കും അല്ലെ. 4ാമത്തെ പ്രസ്താവന ഏതാണോ ശരിയാണോ തെറ്റാണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ 3 പ്രസ്താവനയിൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി അല്ലെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് പറയുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ പംപ്സ് ഓക്സിജൻ ബ്ലഡ് ടു ദ ലങ്സ് അല്ലെ. ലെഫ്റ്റ് വെൻട്രിക്കിൾ പംപ്സ് ഓക്സിജൻ ബ്ലഡ് ടു ദ ലങ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓക്സിജൻ ബ്ലഡ് ആർക്കാ കൊടുക്കുന്നത്? സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, ഇത് ശരിയാണോ? ഇത് ഒന്ന് തെറ്റല്ലേ? ഒന്ന് ശരിയാണെന്ന് ഇവിടെ ഏതെങ്കിലും ഓപ്ഷൻ പറഞ്ഞാൽ അവന്റെ തലമണ്ടയ്ക്ക് അടിക്കണ്ടേ? അടിക്കണം. എക്കും അടിച്ചു ഞാൻ, ഡിക്കും അടിച്ചു. ഇനി ബി ആണോ സി ആണോ എന്ന് മാത്രം സംശയമുള്ളൂ. നോക്കാം. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ലെഫ്റ്റ് ഏട്രിയം ബൈ മൈട്രൽ വാൽവ്. എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിനെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ എന്താ ഉള്ളത്? മൈട്രൽ വാൽവാണ്. ശരിയല്ലേ? 2 ശരിയാണെന്ന് പറയണ്ടേ? ബിയും സിയും പറഞ്ഞിരിക്കും 2 ശരിയാണ്. അതുകൊണ്ട് അതിനകത്ത് മാറ്റാനൊന്നുമില്ല. ദ വാൾസ് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആർ തിക്കർ ദാൻ ദ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവന തന്നെയാണ്. 3ഉം ശരിയാണെന്ന് പറയണം. സിയിൽ 3 ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സി നമ്മൾ കട്ട് ചെയ്തു. ബി ആയിരിക്കും ഉത്തരം. 4ാമത്തെ പ്രസ്താവന വായിക്കാതെ തന്നെ നമ്മൾ എങ്ങോട്ടെത്തി? ഉത്തരത്തിലേക്ക് എത്തി. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ കൊറോണൽ സൈനസ്. കൊറോണൽ സൈനസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചിരുന്നു. കൊറോണൽ സൈനസ് ഡ്രെയിൻസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ് എന്ന് പറയാൻ തെറ്റാണ് അല്ലേ. കൊറോണൽ സൈനസ് അതല്ല. കൊറോണൽ സൈനസ് എന്താണ്? നമ്മുടെ കൊറോണൽ സർക്കുലേഷന് ശേഷം വരുന്ന നമ്മുടെ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് നമുക്ക് നേരെ റൈറ്റ് ഏട്രിയത്തിൽ കൊണ്ടു കൊടുക്കുന്ന ഓപ്പണിംഗ് ആണ് കൊറോണൽ സൈനസ് അല്ലേ. അപ്പൊ എന്താണ്? നോട്ട് ട്രൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വട്ടമിടുന്നു മാറിപ്പോകാതിരിക്കാൻ. ദ കൊറോണൽ സൈനസ് ഡ്രെയിൻസ് ഓക്സിജൻ ബ്ലഡ് ഫ്രം ദ ലങ്സ് തെറ്റാണ്. അപ്പോൾ 1 തെറ്റാണെന്ന് പറയണം. ഇതിൽ 2ലും മാത്രം 1 തെറ്റെന്ന് പറയുന്നു. ബിയും സിയും 1 തെറ്റെന്ന് പറയുന്നതേ ഇല്ല. അതുകൊണ്ട് അതിന് 2 എന്ന് തലക്കടിച്ചു. അതുപോലെ ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം. ശരിയായ പ്രസ്താവനയാണ്. ഡിയിൽ പറഞ്ഞിരിക്കുന്നു 2 തെറ്റാണെന്ന്. 2 ശരിയാണെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഡിയും നമ്മൾ തലയ്ക്ക് അടിച്ചു കൊന്നു. ഇനി നോക്കാം. 1ഉം 3ഉം ആയിരിക്കും. എ ആയിരിക്കും ഉത്തരം. കണ്ണും പൂട്ടി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് റിഗാർഡിംഗ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയം ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് പറഞ്ഞിരുന്നു. സുപ്പീരിയർ വീന കാവ ക്യാരീസ് ഡീഓക്സിജൻ ബ്ലഡ് ഫ്രം ദ അപ്പർ ബോഡി. ശരിയായ പ്രസ്താവന 3ാമത് കിടക്കുന്നു അല്ലെ. ഇങ്ങോട്ട് കണക്ട് ചെയ്തു. 1നെ 3 കണക്കിന് എത്ര പ്രസ്താവനയുണ്ട് മക്കളെ? 1നെ 3 കണക്കിന് 2 എണ്ണമാണ് ഉള്ളത് അല്ലേ. ഇനി നമുക്കിപ്പോൾ 1നെ ഇതിപ്പോൾ എന്തായാലും 1 ഒരിക്കലും 4 ആവത്തില്ല, 2 ആവത്തില്ല. ഇതുമല്ല 2 ആവത്തില്ല. അപ്പൊ നമുക്ക് ഇത് 2ഉം കട്ട് ചെയ്ത് കളയാം. ഇനി ഏതാ ഉള്ളത്? എ ആണോ ബി ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. 2 നോക്കാം. ഫോസ ഓവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? എ റെമനന്റ് ഓഫ് ദ ഫൊറാമൻ ഓവൽ. 2, 4 അല്ലേ. ഇതിനകത്ത് 2, 4 പറയുന്ന, യെസ് 2, 4 2ലും പറയുന്നു അല്ലേ. അത് റിപ്പീറ്റേഷൻ വന്നല്ലേടാ. ശരി, ക്ഷമിക്കണം. അവിടെ ഓപ്ഷൻ റിപ്പീറ്റേഷൻ വന്നു. 3, 1, 4, 2 തന്നെ കേട്ടോ. യെസ്. അപ്പോൾ ഇത് 2 ഉത്തരം ഇത് മാറിപ്പോയി കേട്ടോ. ഒരെണ്ണം ക്യാൻസലേഷൻ പോകും. ഇങ്ങനെയൊക്കെ PSCക്ക് വന്നാൽ ക്യാൻസലേഷൻ പോകും. ഓക്കെ. അപ്പോൾ എന്തായാലും അത് മാറിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ എ ആണ് ചേട്ടേണ്. എ ആയാലും ബി ആയാലും സെയിം ആയിട്ട് റിപ്പീറ്റ് വന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നോക്കാം. മാച്ച് ദ ഫോളോയിങ് റിഗാർഡിംഗ് ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ് മോഡറേറ്റർ ബാൻഡ്. എന്താണ് മോഡറേറ്റർ ബാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും? മോഡറേറ്റർ ബാൻഡ് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട്സ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ അല്ലേ. അപ്പോൾ 1, 4 ആണ് നമുക്കറിയാം. 1, 4 എത്ര ഓപ്ഷൻ ഉണ്ട്? ഭാഗ്യവശാൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഇത് ശരിയാണെന്ന് നോക്കിയാൽ അത് 2, 3 ഉണ്ടോ? ട്രബിക്കുലെ കാരണം എന്താണ്? മസ്കുലർ റിഡ്ജസ് പ്രിവെൻസ് സക്ഷൻ. ശരിയാണല്ലേ, അത് ശരിയാണ്. അതുപോലെ 3, 1 പൾമണറി വാൽവ പ്രിവെൻസ് ബാക്ക് ഫ്ലോ ഇൻടു വെൻട്രിക്കിൾ അല്ലേ. ശരിയാണ്. പൾമണറി ആർട്ടറി എന്താണ്? ഡെലിവേഴ്സ് ബ്ലഡ് ടു ദ ലങ്സ് നമുക്കറിയാം. അപ്പോൾ ഏതാണ് ഉത്തരം? എ ആണല്ലേ. ഉത്തരം എ ആണ്. അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് റിഗാർഡിംഗ് ദ ഹാർട്ട് ചേമ്പേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് വാൾവ്സ്. നമുക്ക് നോക്കാം. റൈറ്റ് ഏട്രിയവും അതുമായി ബന്ധപ്പെടുത്തിയ വാൽവുകളുമാണ് നോക്കുന്നത്. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ എത്ര വാൽവുണ്ട്? 2 വാൽവുണ്ട് അല്ലേ പ്രധാനമായിട്ടും. പക്ഷേ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് വളരെ ട്രിക്കി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം. റൈറ്റ് ഏട്രിയം നോക്കുമ്പോഴത്തേക്ക് റൈറ്റ് എടുത്ത് ക്ഷമിക്കണം, 1 വാൽവേ ഉള്ളൂ. ഒരെണ്ണം റെമനന്റ് ആണ്. ഓക്കെ, ഫൈൻ. റൈറ്റ് ഏട്രിയം ആയിട്ടെ റൈറ്റ് വെൻട്രിക്കിലാണ് ഞാൻ ഈ പറഞ്ഞ വിഷയമുള്ളത്.
എന്തൊക്കെയുണ്ട്? എന്നിട്ട് പൾമോണറി വാൽവ് ഉണ്ട്, നമുക്ക് ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ റൈറ്റ് വെൻട്രിക്കിളിനെ ഏതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റൈറ്റ് ഏട്രിയം ബന്ധപ്പെട്ട് എത്ര വാൽവ് ഉണ്ടെന്ന് നോക്കാം. റൈറ്റ് ഏട്രിയമായിട്ട് കറക്റ്റ് ബന്ധപ്പെടുന്ന ഏതാണ്? ട്രൈകസ്പിഡ് വാൽവ് ആണല്ലേ? ട്രൈകസ്പിഡ് വാൽവ്, റൈറ്റ് ഏട്രിയം ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ട്രൈകസ്പിഡ് വാൽവ് കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് 1, 3 എത്രയാണെന്ന് നോക്കാം. 1, 3 ഭാഗ്യവശാൽ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? ഒരെണ്ണേ ഉള്ളൂ, 1, 3. അപ്പോൾ അടുത്ത് നോക്കാം. ഇത് കറക്റ്റ് 2, 1 ലെഫ്റ്റ് വെൻട്രിക്കിൾ യെസ് അയോർട്ടിക് വാൽവ് കറക്റ്റ് ചെയ്യാം. അതുപോലെ 3, 2 പോകാം. റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി വാൽവ് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മൈട്രൽ വാൽവ് തന്നെ, ലെഫ്റ്റ് ഏട്രിയം എന്ന് പറഞ്ഞാൽ മൈട്രൽ വാൽവ് തന്നെയാണ്. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അപ്പോൾ നമുക്ക് എന്താണ് ഉത്തരം? സി തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് തിക്നെസ് ഓഫ് ദ വാൾസ് ഓഫ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിന്റെ വാൾസിന്റെ തിക്നെസ് എത്രയാണ് മക്കളെ? 1 മുതൽ 3 മില്ലിമീറ്റർ ആണ് നമുക്കറിയാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി എല്ലാം ചുമ്മാ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാം ഉത്തരം പറയാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് സ്ട്രക്ചർ ഇൻ ദ റൈറ്റ് ഏട്രിയം സെർവ്സ് ആർ ദ ഹേർട്സ് നാച്ചുറൽ പേസ് മേക്കർ? ഏതാണ്? എസ് എ നോഡ് അല്ലെ? സൈനോ ഏട്രിയൽ നോഡാണ് നമ്മുടെ നാച്ചുറൽ പേസ് മേക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. അതുപോലെ ദ ഫൊറാമൻ ഓവൽ ഈസ് സിഗ്നിഫിക്കന്റ് ഡ്യൂറിംഗ് ഫീറ്റൽ സർക്കുലേഷൻ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് അലോസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ബൈപ്പാസ് ദ ലങ്സ് അല്ലെ? ലങ്സിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ ബ്ലഡിനെ പാസ് ചെയ്യാൻ വേണ്ടി എങ്ങോട്ട്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫീൽഡ് സർക്കുലേഷൻ. അതുപോലെ വിച്ച് വാൽവ് സെപ്പറേറ്റ്സ് ദ റൈറ്റ് ഏട്രിയം ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ? നമുക്കറിയാം എന്താണ്? റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന വാൽവ് ട്രൈകസ്പിഡ് വാൽവ് ആണ് അല്ലേ? എന്താണ്? ട്രൈകസ്പിഡ് വാൽവ് ആണ്. ഉത്തരം ഡി ആണ്. അതുപോലെ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പെഗ്നേറ്റ് മസിൽസ് ഇൻ റൈറ്റ് ഏട്രിയം? എന്താണ്? എയ്ഡ് ഇൻ കോൺട്രാക്ഷൻ അല്ലേ? കോൺട്രാക്ഷൻ സൈക്കിളിനെ സഹായിക്കലാണ് പെഗ്നേറ്റ് മസിൽസിന്റെ ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ വാട്ട് ഈസ് ദ പ്രഷർ റേഞ്ച്? എത്രയാണ് വരുന്നത്? എവിടെ? റൈറ്റ് ഏട്രിയത്തിലെ പ്രഷർ റേഞ്ച് 0 to 5 മില്ലിമീറ്റർ HG ആണല്ലേ? 0 to 5 മില്ലിമീറ്റർ മെർക്കുരിയാണ് അതിൻ്റെ പ്രഷർ റേഞ്ച് വരുന്നത്. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് ദ പൾമോണറി വാൽവ്? പൾമോണറി വാൽവിന്റെ പ്രൈമറി റോൾ എന്താണ് വരുന്നത്? റെഗുലേറ്റ്സ് ബ്ലഡ് ഫ്ലോ ടു ദ പൾമോണറി ആർട്ടറി അല്ലേ? പൾമോണറി ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നതാണ് പൾമോണറി വാൽവിന്റെ പ്രധാന ധർമ്മം. അതുപോലെ വാട്ട് ഈസ് ദ ആവറേജ് തിക്നെസ് ഓഫ് ദ വാൾസ് ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ? റൈറ്റ് വെൻട്രിക്കിളിന്റെ ആവറേജ് തിക്നെസ് എത്രയാണ്? അതിന്റെ വാളിന്റെ റൈറ്റ് വെൻട്രിക്കിൾ ഓർക്കുക. റൈറ്റ് വെൻട്രിക്കിൾ 3 to 5 മില്ലിമീറ്റർ ആണ്. എത്രയാണ്? 3 to 5 മില്ലിമീറ്റർ ആണ്. അതുപോലെ വിച്ച് വാൽവ് റെഗുലേറ്റ്സ് ബ്ലഡ് ഫ്ലോ ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ അയോർട്ട? ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ അയോർട്ട ഏതാണ്? അയോർട്ടിക് വാൽവ് അല്ലേ? അയോർട്ടിക് സെമിലൂണർ വാൽവാണ്. ഒരു അയോർട്ടയും അതുപോലെ ഈ പറഞ്ഞ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ള ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ വിച്ച് ചേംബർ ഓഫ് ദ ഹാർട്ട് ഹാസ് ദ തിക്കസ്റ്റ് വാൾ? ഏതാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ഒരു സംശയം വേണ്ട, കണ്ണും പൂട്ടി നമ്മൾ ഉത്തരം പറയും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പൾമോണറി വെയിൻസ് ഓപ്പൺ ഇൻ ടു ദ ലെഫ്റ്റ് ഏട്രിയം? ലെഫ്റ്റ് ഏട്രിയത്തിൽ മൊത്തം 4 പൾമോണറി വെയിൻസ് ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം അല്ലേ? അതുപോലെ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മൈട്രൽ വാൽവ്? മൈട്രൽ വാൽവിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ് മക്കളെ? പ്രിവെന്റ്സ് ദ ബാക്ക് ഫ്ലോ ടു ദ ലെഫ്റ്റ് ഏട്രിയം അല്ലേ? അതാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കോൺട്രാക്ഷൻ സമയത്ത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് നമ്മുടെ ഈ സാധനത്തിന് ബ്ലഡ് തിരിച്ചു പോകുന്നതിന് തടയലാണ് മൈട്രൽ വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. വിച്ച് ചേംബർ ഓഫ് ദ ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ഇൻ ദ ലങ്സ്? ബ്ലഡിനെ ലങ്സിലേക്ക് പമ്പ് ചെയ്യുന്ന ആരാണ്? റൈറ്റ് വെൻട്രിക്കിൾ ആണ് പമ്പ് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം റൈറ്റ് വെൻട്രിക്കിൾ ആൾവേസ് ഡീൽസ് വിത്ത് ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമുക്കറിയാം. അതുപോലെ വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രഷർ റേഞ്ച് ഇൻ ദ റൈറ്റ് വെൻട്രിക്കിൾ? റൈറ്റ് വെൻട്രിക്കിളിന്റെ അപ്രോക്സിമേറ്റ് പ്രഷർ റേഞ്ച് എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. 15 മുതൽ 30 മില്ലിമീറ്റർ മെർക്കുറി മാത്രമേ പ്രഷർ അവിടെ ഉള്ളൂ അല്ലേ? നമുക്കറിയാം. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ കൊറോണറി സൈനസ്? എന്താണ്? ഡ്രെയിൻസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹാർട്ടിൽ നിന്ന് വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമുക്ക് തിരിച്ച് ആർക്ക്? റൈറ്റ് ഏട്രിയത്തിലേക്ക് എംറ്റി ചെയ്യുക എന്നുള്ളതാണ് കൊറോണറി സൈനസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ ചോദ്യങ്ങൾ വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ വിജയം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. 1ാം റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ് അവസാനം വരെയും കാണുന്ന കുറേ മിടുക്കന്മാരും മിടുക്കികളുണ്ട്. അവർ ഈ DME എക്സാമിനേഷൻ കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തുണ്ടാവും. അത് എൻ്റെ വാക്കാണ്, എഴുതി ഒട്ടിച്ചു വെച്ചോ നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരുകയാണ്. താങ്ക് യു.